വേദപുസ്തകത്തിലെ 66 പുസ്തകം അടങ്ങുന്നതാണല്ലോ സത്യവേദ പുസ്തകം. കൂടുതൽ പുസ്തകങ്ങളുള്ളവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരുടെ പോക്കും രീതിയൊക്കെ കാണുമ്പോൾ അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ് പോകുന്നത്. വിളിച്ച് പറയുമൊന്നും വേണ്ട, ഞങ്ങളുടെ ഈ പുസ്തകം കുറച്ചുകൂടെ ഉണ്ടെന്ന്. പക്ഷെ പോക്ക് കാണുമ്പോൾ അറിയാം. അവകാശമൊക്കെ പിടികിട്ടിയില്ലേ? അപ്പോൾ 66 പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. എല്ലാ കൺവെൻഷനുകളിലൊക്കെ ഇത് പറയും, കാരണം അറിയാത്തവരാരിലും ഉണ്ട് അവരുടെ അറിവിനാ. നിങ്ങൾക്കെല്ലാം അറിയാം, അതെനിക്കും അറിയാം. അപ്പുറം അരിയപ്പറമ്പുകാരുണ്ട്. അപ്പോൾ അവർ ഒരു വാക്യം എടുത്താൽ അത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം. നന്നായിട്ട് വചനമൊക്കെ തിട്ടമുള്ളവരും വചനജ്ഞാനമുള്ളവരും തന്നെയല്ല. പാട്ട് പാടുമ്പോൾ ഞാനങ്ങ് ഒതുങ്ങിയത് അപ്പുറം യാക്കോച്ചാനുണ്ടായിരുന്നു അരിയപ്പറമ്പ്. പോയി, എന്നാലും പിള്ളേരുണ്ട്. എസി തോമസ് ഒക്കെ ഇവിടെ ഉണ്ട്. പയ്യെങ്കിലും ഇവിടെ നിന്ന് ഉഴപ്പിയാൽ അവരിവിടെ നിന്ന് പറയാൻ മെനക്കേടാന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് ഒതുങ്ങിയതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വചനപരിജ്ഞാനമുള്ള ആത്മീക പക്വതയും ആത്മീക പഴക്കമുള്ള ധാരാളം പേര് ഈ ദേശത്തുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ 66 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ പുസ്തകം. ഈ 66 പുസ്തകത്തിലെയും പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാണ്. 66 പുസ്തകത്തിലെയും പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. അതാണല്ലോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 മനപ്പാഠമാകിലും പറഞ്ഞു. ലിസിയമ്മ പറയുമെന്ന് എനിക്കറിയാം, പറഞ്ഞു. സകല മനുഷ്യർക്കും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരുന്നും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം ദൈവത്തിന്റെ മഹത്വം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നെന്നാണ്. അപ്പോൾ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനമായ വിഷയത്തിൽ ഒന്ന് സകല മനുഷ്യർക്കുമുള്ള രക്ഷ. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിലെ മിക്കയിടങ്ങളിലും പറയുന്ന കാര്യം സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? അത് യേശു ക്രിസ്തുവാ എന്ന് പറഞ്ഞേച്ച് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് വരാം. സുവിശേഷം അത് യേശു ക്രിസ്തുവാ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സ്തോത്രം. അതാ സുവിശേഷം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുലിക്കും, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുലിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ അനേകർ രംഗത്തിറങ്ങി. നിങ്ങൾക്കറിയാം, സുവിശേഷത്തിന് കോട്ടമൊന്നും വന്നിട്ടില്ല. രംഗത്തിറങ്ങിയവരെ ഒന്നെങ്കിൽ ഈ മാർഗത്തിൽ വന്നു, ഇല്ലെങ്കിൽ ഇത് സമാപ്ത ഹുവ. ഒരു സംസ്കൃത പദവും കൂടിയിരിക്കട്ടെ, ആ കൂടെ ഒന്നേ അറിയാവുള്ളായിരുന്നു. ഹിന്ദി മകന എന്തിനായി മാല തോടാ മാല, മലയാളം പോലോ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് മറ്റാരുമല്ല, ഒരു വ്യക്തി. ആ വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം ആരുടെയും കുത്തകയല്ല, ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ.
ഒരു സഭക്കാരുടെയും കുത്തകയല്ല സുവിശേഷം. നമ്മുടെയൊക്കെ ചിന്ത സുവിശേഷം ഞങ്ങളുടെയാ. എൻ്റെ യേശു നിൻ്റെ യേശു എന്നൊക്കെ ഒരു പാട്ടുമൊക്കെ ഉണ്ട്. എൻ്റെ യേശു നിൻ്റെ യേശു, കേട്ടിട്ടില്ലേ പാട്ട്? ഇപ്പം അങ്ങനെ ഒത്തിരി കേൾക്കുന്നുണ്ട്. സുവിശേഷം ആരുടെയും കുത്തകയല്ല, സുവിശേഷം മുഴു ലോകത്തിനും വേണ്ടിയാണ്. അപ്പോൾ സുവിശേഷം സഭ മാറ്റുകയല്ല, മതം മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, നസറായനായ യേശു ക്രിസ്തു, ദൈവത്തിന് മഹത്വം. ഓടിച്ച ഭാഗം അങ്ങ് വിടാം. എന്തിനായി സുവിശേഷം? അതാ ഇപ്പം വായിച്ചു കേട്ടത്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്, മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? നിങ്ങളിപ്പോ പറയും ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലയോ, എത്ര ആളുകൊണ്ട് കേൾക്കുക? ശരി, ആരാ ഇത് കേൾക്കേണ്ടത്? നമുക്കറിവുള്ള വാക്യമാ 49-ാം സങ്കീർത്തനം പ്രാരംഭവാക്യം. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, ഇത് കേൾക്കണം, ഇത് കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ കേൾക്കണം. ദൈവത്തിന്റെ മഹത്വം. എന്നെ കാണിച്ചാ വെള്ളമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഉറവയ്ക്കാരും കേൾക്കണം, അരിപ്പറമ്പുകാരും കേൾക്കണം, മണർകാടും കേൾക്കണം, അയർകുന്നംകാർ കേൾക്കണം. സകല ആൾക്കാരും ഇത് കേൾക്കണം. കേരളത്തിലുള്ള മുഴുവൻ ജനനദികളും ഇത് കേൾക്കണം. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകല ആൾക്കാരും, കോടിക്കണക്കിന് വരുന്ന ജനം കേൾക്കണം. എന്ത് കേൾക്കണം? സുവിശേഷം. ലോകരാജ്യങ്ങളിൽ പാർക്കുന്ന സകല മനുഷ്യരും കേൾക്കേണ്ട ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. നമ്മൾ പറയാൻ ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെയും സംഘിച്ചെടുത്ത് പറഞ്ഞു, നമ്മൾ ചെല്ലുക സുവിശേഷം പറഞ്ഞു. നമ്മളെ രണ്ട് കൊള്ളക്കാരെ കാണുമ്പോലാ നോക്കുന്നത്. നമ്മൾ അവിടെ നിന്നാ വന്ന്, ഇവന് മീശയില്ല, എന്നാലും ഉള്ളത് പിരിക്കുക, കിട്ടുന്നില്ല പിരിക്കാൻ പൊടി, എന്നാലും ആ നോട്ടം നിപ്പൊക്കെ കാണണം. അപ്പം നമ്മൾ പറയുക സുവിശേഷം വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ പുതുപ്പള്ളി ഇടവകയാ, അല്ലെ മണർകാട് ഇടവകയാ, അല്ലെ അയർക്കുന്നം ഇടവകയാ, അല്ലെ ഞങ്ങൾ ഇന്ന സ്ഥലത്താ, ഞങ്ങളോട് പറയൂ എന്ന് വേണ്ട, ഞങ്ങൾക്കിതെല്ലാം അറിയാം. അയ്യോ പിന്നെ അങ്ങോട്ട് ചെല്ല, ശ്രീധരനും ചാരതയും അബ്ദുള്ളയും നസീറും അവിടെ ഉണ്ട്, ഓടിക്കുക. നമ്മൾ എന്നാൽ അവരോട് പറയാൻ ഓർത്തി ചെന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്കൊക്കെ ആൾക്കാർ പറഞ്ഞോട്ട് ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെ വീട്ടിൽ കയറ്റുകയോ മിണ്ടുകയോ ചെയ്യരുത്. നിങ്ങളുടെ ആൾക്കാരാണ്ട് മണർകാട് കവലയിലുണ്ട്, അങ്ങോട്ട് ചെല്ലും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ തറയെ നിർത്തുന്നില്ല. ഞാനൊരു കാര്യം പറയാം, സഭ മാറുകയല്ല, മതം മാറ്റുകയല്ല, ഈ സത്യസുവിശേഷം അറിയിക്കുക. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, സമ്മർദ്ദം ചെലുത്തുകയല്ല. അങ്ങനെ ചിലരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിർബന്ധിച്ച് മോഹന വാഗ്ദാനം കൊടുത്ത് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതെന്നോട് പറഞ്ഞത്, പെന്തിക്കോസിലൊരു പഴയ അപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചുപോയി, ചേത്തക്കൽ കീവർഗീച്ചൻ. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകനെ അഹമ്മദാബാദിലുണ്ടെന്ന്, ഉഞ്ഞോനച്ചാന് കൈതമംഗലം. അപ്പം അദ്ദേഹം ഒരു സംഭവം ഒരിക്കൽ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നതാ. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. നമ്മുടെ ഒരാള് നാട്ടില് അഭ്യാസമൊക്കെ പഠിച്ചവനാ. തീവണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം 2 സർദാർജിമാര് വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്നു. പുള്ളി നടുക്ക, പുള്ളി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. തലയെക്കെട്ടുള്ള 2 പേര് അവർ വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്ന്. പുള്ളി നടുക്കായതുകൊണ്ട് 3 പേരിക്കുന്ന സീറ്റിൽ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ആൾക്കാരല്ലേ. പുള്ളി ഇരുന്ന ഇരിപ്പിലൊന്ന് വീർത്തു. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടില്ലേ, സ്റ്റേജിലാണെങ്കിലും ഇങ്ങനെ വീർത്തിരിക്കും. അങ്ങനെ ചിലരുണ്ട്. സ്തോത്രവും പറയുകയല്ല, കയ്യും അടിക്കുകയല്ല, ദൈവത്തെ മുഖത്ത് ഇങ്ങനെ ഇരുന്ന് വീർക്കും. വീർക്കാൻ നമ്മളെ പോലെ മിടുക്കര് ആരുമില്ല. അപ്പോൾ പുള്ളി ഒന്ന് വീർത്തപ്പം 2 എണ്ണവും താഴെ പോയി. 2 സർദാർജിയും താഴെ വീണു. അപ്പം അവരും നല്ല കായബല ഉള്ളവരും ആരോഗ്യ ദൃഢഗാത്രന്മാര്. അവര് പുള്ളിയോട് കയറി കൊമ്പ് കൊടുത്ത് ഒരല്പം പ്രയോഗം. പുള്ളി ഇവിടെ നല്ല
അഭ്യാസമൊക്കെ പഠിച്ച ആളാ. ചുരുക്കി പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പുള്ളി രണ്ടെണ്ണത്തിനെ ഒതുക്കി പിടിച്ചൊതുക്കി, രണ്ടും കുനിഞ്ഞു നിൽക്കുക. പുള്ളി ചില പാട്ട ഒന്നും വിവരിക്കുന്നില്ല, പിടിച്ച് ഒതുക്കി വെച്ചിരിക്കുക. അവർ പ്രാളപ്പെടുക. ഉടനെ പുള്ളിയുടെ സുവിശേഷമാണ്, എടാ നിന്റെ രണ്ടിനെയും ശരിയാക്കാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ ശരിയാക്കാത്തത് ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. എങ്ങനെയുണ്ട് മെത്തേഡ്? പറയടാ യേശു രക്ഷിക്കുമെന്ന്. രണ്ടെണ്ണം മുടിക്കുത്തിന്ന് വിടുന്നില്ല, യേശു രക്ഷിക്കും. ആ പോകാൻ പറഞ്ഞു. പുള്ളിക്ക് സ്റ്റോപ്പായി, പുള്ളി ഇറങ്ങി. പുള്ളി പിന്നീട് പറഞ്ഞെന്നാ പറഞ്ഞത്, എൻ്റെ തീവണ്ടി യാത്രയിൽ 2 സർദാർജിമാർ അങ്ങനെയാണോ രക്ഷിക്കുന്നത്? അതാണോ രക്ഷ? പിന്നീട് അറിഞ്ഞ പുള്ളിക്ക് എന്തോ ഇച്ചിരി ഇളക്കം ഉണ്ടായതാ. അങ്ങനെയുള്ളവരുണ്ട്. പേര് സ്ഥലമൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, ഷിവപാസ്റ്ററെ ഞാൻ കാണിച്ചുകൊണ്ട് ഈ തള്ള ഇതാന്ന് മരുമകളുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന ഫോട്ടോ എല്ലാം തല്ലിപ്പൊട്ടിച്ചു. വല്ല കാര്യമുള്ള കാര്യമാണ് ഇത്? നിർബന്ധത്താലോ സമ്മർദ്ദത്താലോ പരപ്രേരണ കൊണ്ടോ മോഹന വാഗ്ദാനം കൊടുത്തോ ഒന്നും ആളെ കൂട്ടുന്ന മാർഗമല്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നും തരുമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു വന്നാൽ നിന്റെ ജീവിതം ശരിയാകുകയില്ല. സ്തോത്രം. ഇത് രക്ഷകയുടെ സുവിശേഷമായി പറയുന്നേ. സ്തോത്രം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശു ക്രിസ്തുവാ രക്ഷകൻ. ചില ആൾക്കാർ പറയാറുണ്ട് ഇവർ മതം മാറ്റുകയാണ്. ആരെ എന്നെ മതം മാറ്റിയൊന്നുമല്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, മതം മാറ്റിയതല്ല. സുഖമില്ലാതെ പ്രയാസപ്പെട്ടു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യം തന്നു. അല്ലാതെ ആരും അങ്ങനെ മതം മാറ്റാൻ എങ്ങനെ ഒക്കുന്നത്? ഒക്കത്തില്ല. ഇത് സത്യമാണെന്നും ഇതിൽ കൂടിയുള്ള വിടുതലും നന്മയും സന്തോഷവും അനുഭവിച്ചു കഴിയുമ്പോൾ അറിയാം എന്തോ ചെയ്യണമെന്ന്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ സുവിശേഷം മതം മാറ്റുകയല്ല, സുവിശേഷം രക്ഷയുടെ ദൂത് പറയുക. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. അതാ ഇവിടെ പറയുന്നത്. ഈ 5 ദിവസവും അത് തന്നെ ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നവർ അവരുടെ ശൈലിയിൽ പല നിലകളിൽ പറഞ്ഞുള്ളതിൻ്റെ എല്ലാം പ്രധാന വിഷയം ഇതാ, രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി. അപ്പൊ എന്താ സുവിശേഷം? അത് നസ്രയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. മനുഷ്യനായി ജാതിയും വർഗവും മരണവും ഒക്കെ ഒപ്പിച്ചു വെച്ചത് അതെ മനുഷ്യനാ. ഞാൻ ഇച്ചിരി കൂടിയതാ, അവൻ ഇച്ചിരി കുറഞ്ഞതാ, പുള്ളി ഇച്ചിരി. വേദപുസ്തകം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ല. ചില വിശ്വസിക്കുന്നില്ലെങ്കിൽ ലോഡ് കണക്കിന് വിതരണം ചെയ്യുക. വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷേ പിന്നെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ലല്ലോ. ഈ വേദപുസ്തകത്തിലെ പ്രമാണം പറയാം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. നിങ്ങളിപ്പോ ചിന്തിക്കാൻ ഞാൻ നേരത്തെ വാക്യം പറഞ്ഞു കൊടുത്തെന്നാണോ? മിണ്ടിയിട്ടില്ല. റൂട്ട് അറിയാം, അതുകൊണ്ടാണ്. ഇന്ത്യ ദൈവസഭയുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ സോദരി സമാജത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കർത്തൃദാസി. ജോൺസൺ മാസ്റ്റർക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അവരുടെ പിതാക്കന്മാര് ഈ ആരംഭകാലത്ത് ഈ മാർഗത്ത് തുണ്ടത്തിലേത്തെ മാത്തുക്കുട്ടിച്ചായൻ്റെ സഹധർമ്മിണി അച്ചായൻ വന്നിട്ടുണ്ട്. പങ്ങക്ക് വയ്യാച്ചുകൊണ്ട് അങ്ങോട്ട് പോയി, ദൈവദാസിയെ ഇങ്ങോട്ട് വിട്ടേച്ച്. അപ്പോൾ നന്നായിട്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഒരിക്കൽ ജോർജ് കോശി മൈലപ്പറ ബ്രദർ സഭയുടെ പ്രധാന മൂപ്പന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. ഇന്നും എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ബൈബിൾ ക്വിസിന് ചടിയടോന്നാ മറുപടി പറയുന്നത്. ആൻസർ പവർ വിഷനില്ല. അന്ന് എനിക്കൊന്ന് 5-8 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, 2011. അത്രേ ഉള്ളൂ. മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു, ദൈവരാശിക്ക് ആൻറ്റിക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ എന്ന്. അപ്പം അതൊരു അനുഗ്രഹമാണ്. നിങ്ങളും പലര് ഇപ്പം നിങ്ങൾ പറയുക പുള്ളിക്കാരിക്ക് മാത്രം ഞങ്ങൾക്ക് കൊണ്ട് മൈക്ക് അങ്ങടിലൊന്ന് താ.
അവിടെ ഇരിക്കുന്നവർ ചില ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ തിട്ടമുണ്ടെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മകന്ന് എല്ലാവർക്കും കൂടെ മൈക്ക് കൊടുത്താൽ ഞാൻ എന്നെ ആയിരിക്കും. പണ്ട് ഒരാൾ പറഞ്ഞ് എല്ലാവർക്കും ഓരോ ഫുട്ബോൾ കൊടുത്തേക്കാൻ, ഒരെണ്ണത്തിൻ്റെ പുറകെ. ആർക്ക് ട്രോഫി കിട്ടാന്? എല്ലാവരുടെ കയ്യിലും ഓരോ ബോളാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്തിനാണ് സുവിശേഷം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്? മനുഷ്യനായി ജാതിയും വർഗവും മരണമൊക്കെ ഇവിടെ സ്ഥാപിച്ചത് മനുഷ്യനാ. എഴുത്തച്ഛനെ ഞാൻ എപ്പോഴും പറയും, ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ അങ്ങ് ആമ്രേടിതം കലർന്നിടും ദജാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാച്ചിച്ചു പോകിലും വെന്ത് വെണ്ണീറായി ചമഞ്ഞിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നല്ല ദേഹം. അപ്പൊ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംസ്കാരമെന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. നിങ്ങൾ പറയുന്നേ പറഞ്ഞു. വേർതിരിവ് അതൊരു കോടാലി ഒപ്പിച്ചേച്ച് പോയതാ. അയാളുടെ പേര് പരശുരാമൻ. കയറി കൊത്തരുതേ. മൈക്ക് അഞ്ഞ് മേടിക്കും, തന്നതുപോലെ അമ്മയ്ക്ക് തിരിച്ച് മേടിപ്പിക്കും. വീട്ടിൽ തന്നെ ചെല്ലണോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഒരാള് മനുസ്മൃതിയൊക്കെ നിങ്ങൾ അറിവുള്ളവർ വായിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യനായി വേറുകൃത്യമെല്ലാം ഒപ്പിച്ചു വെച്ചത് ദൈവത്തിന് നിന്നും വിഷയമല്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഇവിടെ ഇരിക്കുന്ന മുഴുവനെണ്ണോ ഒരെണ്ണത്തിന്റെ സന്തതിയാണ്. പിന്നെ ഞാനെപ്പോഴും പറയും, ഭക്ഷണക്രമവും കാലാവസ്ഥയും ജീവിത രീതിയൊക്കെ കൊണ്ടാ ഈ പരുവത്തിനൊക്കെ പലരും ഇങ്ങനെ പല പരുവത്തിയിരിക്കുന്നത്. എല്ലാം ഒരെണ്ണത്തിൻ്റെയാണ്. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതെടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ആർക്കും ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നേ നിങ്ങൾ ആമേൻ പറഞ്ഞതിനെ വാരം. നിങ്ങൾ പറയത്തില്ല, എനിക്ക് ഇനിയും പറയുകയും വേണ്ട. ഇനിയിപ്പം ആമേൻ അങ്ങനെ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ അറിയാം ഒപ്പീരാന്ന്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒറ്റ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ വേട്ടമല ഒരു പാട്ട് പാടി, രക്ഷിക്കപ്പെട്ടു വരുന്നവരെല്ലാം ആമൻ ദൈവസഭയുടെ അംഗങ്ങളാണ്. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഇസങ്ങള്ളി പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരു എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ശാലേമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ശാലേമിൻ അനുഭവമാ. പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കില്ല. മാണിച്ചൻ എന്നോട് പറഞ്ഞത് 10:30 വരെ എടുക്കാനില്ല. 10 10:15 എത്രയാ പറഞ്ഞത്? ഇപ്പൊ ഏക്കുകയല്ലേ? എന്നോട് അവിടെ വെച്ച് പറഞ്ഞല്ലേ 10 മണി വരെ എടുക്കണമെന്ന്. മാണിച്ച കള്ളം പറയരുത്, പറഞ്ഞല്ലേ? അല്ല പറഞ്ഞ വെച്ചാൽ പമ്മി ഇരിക്കുക, ഞാൻ തല്ലി മേടിക്കുന്നത് മേടിച്ചോണ്ടെന്ന്. ആട്ടെ, നോക്കട്ടെ, എൻ്റെ പരുവത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റയൊരു തന്നെ സന്തതിയ സകല മനുഷ്യവർഗവും. പിന്നെ പാപം പ്രവേശിച്ചു. അത് പല നിലകളിലെ മനുഷ്യന്റെ സ്വഭാവത്തിനും രീതിക്കും പ്രകൃതിക്കും മാറ്റം വന്നു. അങ്ങനെ പിന്നെ നോഹയ്ക്ക് 3 തലമുറ, ശേം, ഹാം,
യാഫേത്ത്, അവരിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യവർക്കും നോഹ എന്ന്. നോഹിന്റെ തനയരാം യാഫേത്തും ഷേമും ഹാമും മോഹന ഗാത്രികളാം അവർ തൻ ഭാര്യമാരും. ഞാൻ ഇതൊക്കെ ചൊല്ലുമ്പം ഇവിടെ അടുത്തൊരു പിതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ പിന്നെ വീട്ടുപേര് മരിക്കാൻ പറമ്പില്ല, അനിയച്ചാന്. ചാനുണ്ടോന്ന് അറിയത്തില്ല, ഇവിടെ അരിപ്പറമ്പല്ല സ്ഥലപ്പേര് കൃത്യം അങ്ങ് മറന്നുപോയി. അനിയച്ചാന് വളരെ ക്ഷീണിതനായിരുന്നു. ദൈവത്തിന് മഹത്വം, പുള്ളിക്ക് ഇതെല്ലാം മനപ്പാടമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ നോഹയ്ക്ക് 3 മക്കളാ, ഷേം ഹാം യാഫേത്ത്. ദൈവത്തിന് മഹത്വം. അവരിൽ നിന്ന് സകല സന്തതികളും ഈ ഭൂമിയിൽ പിന്നീട് ചരിക്കുന്നത്. എന്തായാലും കൊള്ളാം, മനുഷ്യൻ ആ ജാതിയെല്ലാം ജാതി സ്പർദ്ധ മനുഷ്യനുണ്ടാക്കിയതാ. ദൈവത്തിന് ഇതൊന്നും, ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട, നീ ഇഞ്ഞ് വന്നാ മതി, ഒന്നും കൊണ്ടുവരണ്ട. ദൈവത്തിന് ഏത്തക്കൊല വേണ്ട, മുടുത്ത 2 മുട്ടനാടും ദൈവത്തിന്. ദൈവത്തിന് അവിടെ പ്ലാവില കൊടുക്കാനാണോ? ദൈവത്തിന് പൂവൻകോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട. ദൈവമേ മുട്ട ഇടുന്നതാ എടുത്തോ. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ആമൻ സ്തോത്രം ഇങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളൊന്നും വേണ്ടെന്ന്. വസ്തു വേണ്ട, സ്തോത്രകാഴ്ച ദൈവത്തിന് വേണ്ട. ആമൻ നമ്മുടെ പണമോ ആമൻ മറ്റ് ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ആമൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മടങ്ങി വരിക. ആ ഒരു വാക്യമുണ്ടല്ലോ, ആമോസിന്റെ പ്രവചനം, മീക 6:6 ഒന്ന് വായിച്ചോ. മീക പ്രവചനം 6:6 പെട്ടെന്നൊന്ന് വായിച്ചോ. ഇങ്ങോട്ട് മയക്കി കൊടുക്ക. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും. അയ്യോ, ഞാൻ എന്തുമായിട്ടാണ് അങ്ങോട്ട് ചെല്ലേണ്ടത്? സർവജ്ഞനായ ദൈവത്തിന്റെ അടുക്കൽ എന്തുകൊണ്ടും കൊണ്ട് ഞാൻ വരും? ചോദ്യമാ. അവിടെ ഞാൻ കുമ്പിടുന്നത് ഞാൻ എന്തോന്നും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? എന്തിനാ ദൈവത്തിന് കാള? ദൈവത്തിന് എന്തിനാ ആട്? ഹോമയാഗത്തിന് കർക്കശ പ്രമാണമാ കന്നുകാലികള്. അപ്പൊ കാള ഇതൊന്നും ദൈവത്തിന് കാള ആവശ്യമില്ല. ഇവിടെ അല്ല, മുറ്റിയ പോത്ത് കാട്ടി നിൽക്കുക ദൈവം സൃഷ്ടിച്ചത്. അന്നേരം നിന്റെ വെട്ടുവാദം വന്ന കാള. ആയിരക്കണക്കിന് പോത്ത് നിങ്ങളങ്ങോട്ട് എന്ന് നോക്ക്. സ്തോത്രം. അന്നേരം ആ പോത്തവിടെ കാട്ടിക്കിടന്ന് മേയുമ്പം പോത്തൻ ഒരു കാളയായിട്ട്, നിന്റെ കാള പോത്താ, നിന്റെ പോത്തിനെ വേണ്ട, കാളയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. മനസ്സിലായോ? കാളക്കിടാക്കളുമായിട്ട് എന്നാൽ ദൈവത്തിന് എന്തിനാ കാള? അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും. അല്ല, നയനാരി പറഞ്ഞത് കടമെടുക്കുക. ദൈവത്തിന് എന്തിനാടാ പാറാവുകാരൻ? ദൈവത്തിന് ഇതിന് ആവശ്യമില്ല. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ദൈവം പ്രസാദിക്കുമോ? നിന്റെ തൈലം അല്ല, എണ്ണ, ഓയില് അല്ല, നിന്റെ തിരി, ഇതൊക്കെ വേദപുസ്തകത്തിലെ പ്രമാണമാ. ദൈവത്തിന് ഇതൊന്നുമല്ല ആവശ്യം. ഇത് കൊടുക്കാൻ നിർവാഹമില്ലാത്തതിനെ കുഴഞ്ഞു പോവുകയല്ലേ. കാളെ കൊണ്ട് കൊടുക്കാൻ, ആടിനെ കൊണ്ട് കൊടുക്കുവാൻ, അവൻ തൈലം കൊണ്ട് കൊടുക്കുവാൻ, എണ്ണ കൊണ്ട് കൊടുക്കുവാൻ നിർവാഹമില്ലാത്തവനാണ് അവന് എങ്ങനെ രക്ഷപ്പെടുന്നത്? ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ആവശ്യം നിന്നെയാ. അടുത്ത വാക്യം വായിര്. അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? പിള്ളേരെ ഒന്നും നരബലി വേണ്ടെന്ന്. നരബലിയും മൃഗബലിയും വേണ്ട. ഒരു തള്ളയാന്നെ വേറൊരു തള്ളയെ കണ്ടിച്ചു. എലന്തൂരുകാരി, അവരുടെ പേര് ഞാൻ മറന്നുപോയി. എലന്തൂര് പേര് മറന്നുപോയല്ലോ. നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ? അല്ല, അതിന്റെ ഓർക്കായിരിക്കുന്ന നല്ലതും. സ്തോത്രം. ദൈവം നരബലിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം മൃഗബലിയും വേണ്ട. നിന്റെ ആടിനെയും കാളയും പോത്തിനെയും ഒന്നും ദൈവത്തിന് വേണ്ട.
അടുത്ത വാക്യമായിര്. മനുഷ്യ മനുഷ്യ ശ്രദ്ധിച്ചേ, ഉറവയ്ക്കാർ ശ്രദ്ധിക്കും. മനുഷ്യ ദൂരത്തിരുന്ന് ചാരത്തിരുന്ന് ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു നല്ലതെന്തെന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. വേറെ ഒന്നും ദൈവം ചോദിക്കുന്നില്ലെന്ന്. നീ ന്യായം പ്രവർത്തിച്ച് ദയാതൽപരനായി ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്ക് കഴിവില്ല, കർത്താവേ ഞാൻ ബലഹീനനാ, ദൈവമേ ഞാൻ അപ്രാപ്തനാ, ഞാൻ അവൻ വരെ പോഷത്വമുള്ളവനാ, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് നീ സമ്മതിക്കണം. ചില ആൾക്കാരുടെ പോക്കും വരവും നീ പോക കണ്ടാവേ ഏതാണ്ടല്ലേ ആയെന്ന ആ മുക്കിനുള്ള നിപ്പും ആ നോട്ടവും. എടാ, നിന്റെ വയറ്റി കിടക്കുന്ന വര നല്ല വരയല്ല, പീത്ത വര. നല്ല വരയാന്ന് പിന്നെയും സമ്മതിക്കായിരുന്നു. നിന്റെ വയറ്റി കിടക്കുന്ന പണ്ടി വയറ് അല്ല, നിങ്ങളുടെ പറയണ്ടേ, എന്റേത് പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ പറയുമ്പോഴല്ലേ ഉടക്ക്. എൻ്റെ ഈ പണ്ടി വയറിനകത്ത് കിടക്കുന്ന വര അതൊന്ന് അനങ്ങിയാ മതി, നിന്റെ ആപ്പീസ് പൂട്ടും. കൈയൊക്കെ തെറുത്ത് വെച്ച് മീശയൊക്കെ പിരിച്ച് നീ മിടുക്കനായിട്ട് നിൽക്കുക. അവൻ സ്തോത്രം. എന്നെ ആർക്കും അറിയത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാമോ? അയർക്കുന്നത്ത് അന്വേഷിക്കണം, മണർകാട് പാപ്പനോട് ചോദിക്കണം. അങ്ങേര് കടന്നുപോയില്ലേ, ഞാൻ ആരാണെന്ന്? അങ്ങനൊക്കെ വെല്ലുവിളിക്കുന്ന നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പീത്ത വര അനങ്ങിയാ നീ അന്നേരം ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ദൈവത്തിന് മഹത്വം. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. വലിയ മിടുക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടതാ. കോവിഡ് വന്നപ്പം മൂടിക്കെട്ടി നടക്കുക. വലിയ മിടുക്കനായിരുന്നു. ഉറവയ്ക്കലെ മിടുക്കനാ, അല്ലെ അയർക്കുന്നത്തെ മണർകാട് മിടുക്കനാ. പക്ഷേ മൂടിക്കെട്ടി നടക്കുക. സ്വന്തം ഭാര്യ പെടഞ്ഞു വീണ് മരിച്ചിട്ട് ഇറ്റി വെള്ളം കൊടുക്കാൻ നിന്നെ കൊണ്ടൊത്തില്ലല്ലോ. ഭർത്താവ് ശ്വാസം കിട്ടാതെ വായു വലിച്ചപ്പം കാണാനൊത്തില്ലല്ലോ. കൂടെ ജീവിച്ച ആളല്ലേ. അല്ല, ചില സന്ദർഭത്തിൽ ഡെഡ് ബോഡി പോലും കാണാൻ അനുവദിച്ചില്ലല്ലോ. നിന്നെ കൊണ്ടൊരു ചുക്കും പിണ്ണാക്കി നടക്കുകയല്ലെന്നായി പറഞ്ഞു വെച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ത്യചുംബനം കൊടുക്കാൻ ഒത്തില്ലല്ലോ. പെട്ടി വന്നപ്പോ പെട്ടിയുടെ അവിടെ ഒരു ഫോട്ടോ വെച്ചു, റോസമ്മയുടെ. ഇല്ലേ, കണ്ടതല്ലേ. ഒന്നും നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. പൗലോസ് പറഞ്ഞൊരു പദം കടമെടുത്ത് ഇതിനോട് ചേർത്ത് വെക്കുക, ഞെളിയാതെ ഭയപ്പെട്. അഹങ്കരിക്കരുത്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. അഹങ്കരിക്കരുത്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഉല്ലാസമായി നടക്കും സഹോദര, നല്ല പോൽ ചിന്ത ചെയ്യുക. പുല്ലിൻ പൂ പോലെ നിന്റെ പ്രതാപങ്ങളെല്ലാം നശിച്ചിടുമേ. ഉല്ലാസമായി നടക്കും സഹോദര, നല്ല പോൽ ചിന്ത ചെയ്യുക. പുല്ലിൻ പൂ പോലെ നിന്റെ എനിക്ക് മൈക്ക് സുഖമാകുന്നില്ല. ഞാൻ ഒത്തിരി അങ്ങ് എന്തുവാ കുഴപ്പം തന്നെ. എനിക്കൊരു മനെ ആരാ എന്ത് ചെയ്യാ, ഞാൻ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് യാതൊന്നും നടക്കത്തില്ല. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോട്, മനസ്താപത്തോട്, ഹൃദയ തുറക്കത്തോട് അവൻ യേശുവിന്റെ അടുക്ക വരും. യേശു നിന്നെ കൈവിടുകയല്ല. ഓടിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. സുവിശേഷം എന്താണ്? സുവിശേഷം യേശു ക്രിസ്തു. ആർക്കാ സുവിശേഷം? സകല ജാതികൾക്കും. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എന്തിനാ കേൾക്കുന്നത്? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ആ ഭാഗം വിടാം. കേട്ടാലുള്ള ഗുണം എന്നാ? സുവിശേഷം കേട്ടാൽ. ലൂക്കോസ് 2:10 വായിച്ചു. അത് വായിച്ചങ്ങ് നമുക്ക് ഒരു കാര്യം പറഞ്ഞങ്ങ് പോകാം. കേട്ടാനുള്ള ഗുണം സുവിശേഷം കേട്ടാൽ. 2:10 പെട്ടെന്ന്.
ഭയപ്പെടേണ്ട, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിലും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാ സുവിശേഷം? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ. ഇന്ന് രാത്രി നിരാശയുടെ അടിത്തട്ടിൽ മനോവേദനയുടെ ഭാരത്തോട് ആത്മഹത്യ മാത്രം പ്രതീക്ഷിച്ച് ഇനി ജീവിതം അവസാനിപ്പിക്കുക. എന്തിനു ജീവിക്കുന്നു? ആർക്കും എന്നോട് താല്പര്യമില്ല. എന്തിനാ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ജീവിതം എടുക്കാമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ആരെങ്കിലും നിരാശയുടെ പടുകുടിയിൽ കിടക്കുന്ന നിന്നോട് ഇന്ന് രാത്രി വചനത്തെ ദൂത് പറയുക. ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷം കടിക്കുന്ന പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് നിത്യ സന്തോഷമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. 8-ാം വാക്യം മുതൽ താഴോട്ട് 14 വരെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി പറഞ്ഞു മുമ്പോട്ട് പോകാം. 8 മുതൽ വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ക്രിസ്തുവേശുവിന്റെ തിരുജനനം, ലോകരക്ഷകന്റെ തിരുപ്പിറവിയെ പറ്റിയുള്ള വാക്യങ്ങളാ ലൂക്കോസ്, ചരിത്രം പഠിച്ച ലൂക്കോസ്, ക്രമമായി നന്നായി അപഗ്രഥിച്ചു പഠിച്ച ലൂക്കോസ് അത് വിസ്തരിച്ചെഴുതിയിരിക്കുക. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ ഓടിച്ചു വായിച്ചു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് സ്വർഗീയ സൈന്യത്തിന് ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 8-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ്. ഓടിച്ചൊന്നിന്റെ കാര്യം പറഞ്ഞ ഭാഗം വിട്ടേച്ച് എടുത്ത വാക്യത്തോട് കൂറു പുലർത്താം. കാരണം നാളെ മിക്കവരും ഇതിൽ ഭയങ്കര ആഘോഷമാണ്. യേശു പലയിടത്തും നാളെ ജനിക്കുക. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ 25-ന് ജനിക്കുന്നു. എനിക്കൊന്ന് റഷ്യയിലൊക്കെ ജനുവരിയിലാണ് ജനിക്കുന്നത്. ജനുവരി 7, റഷ്യ ജനുവരി 7. യേശുവിൻ്റെ ഗതികേട്. ഇവിടെ വന്ന് 25-ന് ജനിക്കണം. റഷ്യയെ പോയി ജോടി എൻ്റെ യേശുവേ, മനസ്സിലായില്ല. ഇവിടെ നാളെ ജനിക്കണം, റഷ്യയെ പോയി, ഇനിയിപ്പോൾ എവിടെയൊക്കെയാ വീണ്ടും കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. ഇവനെ ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. ഇവനെ ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ഞാൻ ഡേറ്റിന്റെ തർക്കം ഒന്നും ഇപ്പൊ പറയുന്നില്ല, ഞാനതിനെ മുതിരുന്നില്ല. 25 ജനുവരി 7 ജനുവരി 7, ഇനി ഫെബ്രുവരിയിലാണെങ്കിൽ ഇനി ഉടക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും പിടിക്കുന്നിടം കൊണ്ട് പോകുക. എന്തായാലും ഒരു കാര്യം പറയാം, യേശു ജനിച്ചു, അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു, നാടെങ്ങ് നന്മ സുവിശേഷിച്ചു, സകല ആൾക്കാർക്കും വിടുതലും കൊടുത്തു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ സ്വർഗത്തിൽ പോയി. തിരുവെടുത്ത് പറയുമ്പോൾ അവിടുന്ന് തിരിച്ചു വരും.
അപ്പൊ അത് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് വായിപ്പിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അതാണ് ഈ കണ്ണികയ്ക്കകത്ത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് എന്തോ നേട്ടമുണ്ടായി. പലരും വന്ന് ഇവിടെ ജനിച്ചല്ലോ. ചിലരെ ജനിക്കുന്നതിന് മുന്നേ അവർ ജനിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജനിച്ചു കഴിഞ്ഞെന്തെല്ലാം പ്രശ്നമാണ്. ചിലർ മരിച്ചു കഴിഞ്ഞെന്തെല്ലാം പ്രശ്നമാണ്. യാകാൻ നേരത്ത് ഒപ്പിച്ചു പോയ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ജാതിത, നീ അവന് വഴി കൊടുക്കരുത്. മൂപ്പിലെ പോകാൻ നേരത്ത് ഒപ്പിക്കുക കൊച്ചുങ്ങളോട്, പോവുക. അപ്പച്ചൻ്റെ അവസാനത്തെ ആകുന്നു അനിയനാ അപ്പുറം താമസിക്കുന്നത്, അവന് വഴി കൊടുക്കരുതെന്നാ ഇയാള്. അങ്ങനെ ഉണ്ട്. പൊതുവെ പറയുന്നത് മോശമാ, എന്നാലും അങ്ങ് പറയാം. നിങ്ങൾ ഓർക്കുകയോ ഒരു ചെറിയ അശ്ലീലമാ. നിങ്ങൾ പറയാം ഇയാളതല്ലേ പറയുള്ളൂന്ന്. ഒരു അശ്ലീലം പറയാം. എന്തൊരു താല്പര്യം അത് കേൾക്കാൻ. കണ്ടോ, യേശു ജനിച്ചെന്ന് പറഞ്ഞിട്ട് അന്നേരം ഇന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. പറയാം, ഒരു അശ്ലീലം പറയാം. പേരും സ്ഥലവും ഒന്നും ചോദിക്കരുത്. ആൾക്കാരുണ്ട്. അപ്പൻ മരിക്കാറായി. 2 പെൺപിള്ളേരാ. മൂത്തവൾക്ക് നല്ല ചുറ്റുപാടും സാഹചര്യവും ഒക്കെ. ആ അടുത്ത കാലത്ത് അവർ മരിച്ചത്. ഞാൻ അടക്കത്തിന് പോയായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. അനിയത്തിയുണ്ട്. അനിയത്തിക്ക് അപ്പൻ്റെ കൂടെ അല്പം ക്ഷീണമാണ് സാമ്പത്തികമായിട്ട്. എങ്കിലും ഉള്ള സാഹചര്യത്തിൽ അപ്പനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇളയ മരുമകനും ഇളയ മോളും കൂടെ അപ്പനെ നന്നായി ശുശ്രൂഷിച്ചു അവരുടെ ഉള്ള സാഹചര്യത്തിൽ. മൂത്തവൾക്ക് നാടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല രചനയാണ്, നല്ല സ്വത്തും ചുറ്റുപാടും. അപ്പനെ അന്വേഷിച്ചില്ല. ഒടുവിലെ അപ്പൻ വായു വലിച്ച് മരിക്കാറാകുക. അപ്പം ഈ മോള് വരാതെയും കാണാതെ ഇരുന്നു. അപ്പം പറഞ്ഞു, ഞാനൊരു പേരിടുക. ആ പേരല്ല കേട്ടോ, പേര് വേറെയാ. ഞാൻ കാരണം അവർ ചിലപ്പോൾ പിള്ളേരിൽ ഓൺലൈനിൽ കാണും, അതുകൊണ്ടാണ് പേര് മാറ്റുന്നത്. അപ്പം അവർ എന്ന് പറഞ്ഞു, എടി കൊച്ചന്നെ, അപ്പൻ ചാകാറായി, നീ മൂത്തതല്ലേ, ഒന്ന് പോയി കാണ്, ഒരു സ്പൂൺ വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കേ. അങ്ങനെ നിർബന്ധിച്ച് അപ്പനെ കാണാൻ ചെന്നു മരിക്കുന്നതിന് മുന്നേ. അപ്പൻ ഇങ്ങനെ കിടക്കുക. അപ്പം അപ്പനോടും പറഞ്ഞു, കൊച്ചന്നെ വരുന്നുണ്ടെന്ന് കാണാൻ. കൊച്ചനെ കാണാൻ വന്നപ്പോൾ വേണ്ടപ്പെട്ടവർ കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പച്ച കൊച്ചന്ന. അപ്പം അടുത്ത് വന്നു. ഉടനെ അടുത്ത് നിന്നവർ പറഞ്ഞ്, എടി ഇച്ചിരി ചെറു ചൂടോടെ പാല് ഗ്ലാസും സ്പൂണും ഉണ്ട്, കൊടുക്ക്. ചാകാൻ പോവല്ലേ, കൊടുക്ക്. മൂപ്പിലേക്ക് വയ്യ, പോകാൻ പോവാ. എന്നാലും പുള്ളിക്ക് അന്നേരം ആക്കം ഉണ്ടായെന്നുള്ളതാണ്. പുള്ളി ഉടനെ പറഞ്ഞു, കൈകൊണ്ട് കാണിച്ച് വെയിറ്റ് ചെയ്യാൻ. അപ്പം അവർ ചോദിച്ചു, അപ്പച്ചാ കൊച്ചന്നെ പാല് തരാൻ പോകണം. ആ, പുള്ളി പറഞ്ഞ് തിരിച്ചൊന്ന് കിടത്താൻ. തിരിച്ച് കിടത്തിയേച്ച് അടുത്തുന്നവരോട് പറഞ്ഞു, വസ്ത്രം മാറ്റിയേക്കാൻ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തു. അവള് ഗ്ലാസും പാലും ആയിട്ട് തിരിച്ചങ്ങ് പോയി. നടന്ന കാര്യമാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാനും ഒരു ബിസ്ക്കറ്റ് തരാനും കഴിവില്ലാത്ത നീയെ ചാകാറാകുമ്പം തന്തയുടെ വായിക്കകത്തുകൊണ്ട് ഒഴിക്കേണ്ട സ്ഥലമാ പുള്ളി പറഞ്ഞത്. ഞാനെങ്ങനെ മൈക്കിൽ കൂടെ പറയുന്നത്? അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. തന്തയും തള്ളയെ അന്വേഷിക്കണം. പാടി പ്രാർത്ഥിച്ച് നടന്നാലൊന്നും കാര്യം നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പനെയും അമ്മയും സംരക്ഷിക്കണമെന്ന് അന്വേഷിക്കണമെന്ന് ഉള്ള സാഹചര്യത്തിൽ ഉപദേശിമാരുടെ ഇടയിലും ചിലണ്ട് ശുശ്രൂഷ. ഭയങ്കര ഇന്നിവിടെ ശുശ്രൂഷ കാരണം മാതാപിതാക്കളെ പോലും. എടാ, വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഞാന്
ഇത് വളരെ പ്രാഗൽഭ്യത്തോടാണ് സംസാരിക്കുന്നത്. അതെ അതെ, എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ വളരെ സാധുക്കളാണ്. ഒരു സാമ്പത്തിക ഭദ്രതയും ഉള്ളതല്ല. പക്ഷേ ദൈവകൃപയാൽ ടൈറ്റസ് മാസ്റ്റർക്ക് അറിയാവില്ല ചില കാര്യങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിൻ്റെ പെങ്ങള് കാവാലത്താണ്, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണ്, അമ്മണി മാമ. എന്നാലാവും വിധം ഉള്ള സാഹചര്യത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം. ഒടുവിൽ ഞാൻ തുറന്നങ്ങ് പറയാം, എനിക്കൊരു ഇളയ പെങ്ങളുണ്ട്. അന്ന് അവള് ചെറുപ്പമാണ്. അപ്പം എന്നോട് ഓപ്പണായിട്ട് അങ്ങ് പറയാം, വിവാഹത്തെ പറ്റി പറഞ്ഞ് ഞാൻ പറഞ്ഞു അവിടെ കല്യാണം കൂടെ കഴിഞ്ഞേച്ച് ഞാൻ കല്യാണം കഴിക്കാം. അവക്കെന്നാലും 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അന്നേരം എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞല്ല. അപ്പം പിന്നെ കണ്ടമാനം പ്രായമാകും. ഇപ്പം തന്നെ ഒരു പരിവക്കേടിലാണ് നിൽക്കുന്നത്. നാളൊരാൾ ചോദിക്കുന്ന ഒരാളോട് 75 ഉണ്ടോ എന്ന്. വേറെ 75 ഇല്ല, എന്നാലും ഒരു 68 69 അത് കാണുമ്പോൾ അറിയാം. ആട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്നേരം എന്നോട് പറഞ്ഞു അങ്ങനല്ല വിവാഹം കഴിക്കാൻ. അപ്പൊ വേറൊരാളോട് എൻ്റെ അപ്പനാ പറഞ്ഞേ, അവനാലാവും വിധം ഞങ്ങളുടെ കാര്യമെല്ലാം നോക്കുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അവൻ്റെ കാര്യം നോക്കട്ടെ. കണ്ടമാനം നിർബന്ധിച്ചു. അങ്ങനെ ഞാനും താല്പര്യപ്പെട്ട്. സ്തോത്രം. എന്നാലാവും വിധമൊക്കെ ശുശ്രൂഷ ചെയ്യുവാനിടയായി. എൻ്റെ അപ്പനും അമ്മയും മരിച്ചു. അപ്പൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, വല്യമ്മച്ചി. 106 വയസ്സ് കഴിഞ്ഞ് 107 കയറുക. നിങ്ങൾ ഓർക്കുന്ന തള്ള എവിടെ കണ്ട് തളർന്ന് കിടക്കുക എന്നാ. ഈയിടെ ഞാൻ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു 107. എൻ്റെ അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങൾ മരിച്ചു. അപ്പം അവർ പറഞ്ഞു അമ്മച്ചിയെ കൊണ്ടുവരണ്ട. ഞാൻ പറഞ്ഞു ഒരുങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നല്ല പയർ പോലാ നടക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. ചെന്ന് ഞാൻ ചോദിക്കും എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ. ഈ തിരക്കിനിടയിലും പോകും. അല്ല, ശുശ്രൂഷ മാത്രമാണെന്നും പറഞ്ഞ് ഓടുകയല്ല. നിങ്ങൾ ചിന്തിക്കാനായി പറയുന്നത്. സഭയുടെ ചുമതലയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കൺവെൻഷനുകളുമൊക്കെ ഉണ്ട്. ഒരു കൂട്ടായ്മ മുടക്കത്തുമില്ല. ഞാൻ പോകും, സമയം കണ്ടെത്തി പോകും. സ്തോത്രം. ഈയിടെ ചെന്ന് ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു ഇന്നടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്, അത് ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. എന്നാ പലരും കിടന്ന് കുഴയുന്നത്, നീ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കിടന്ന് പറഞ്ഞ ഞാൻ 21 ഇരിക്കുക. എന്തിനാടാ ഇങ്ങനെ സമാധി ഇരിക്കുന്നേ? കഞ്ഞിയും പറ്റും കുടിക്കാതെ അങ്ങ് ഇരിക്കുക. എന്നിട്ട് പറയാ ഇരിക്കുക, എന്തിനിങ്ങനെ ഇരിക്കുന്നു? ഈ ഇടയ്ക്ക് കയറി പറയാൻ ദൈവമക്കൾ കൂടുതലുള്ളത് കൊണ്ടാണ്. ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥന മറ്റവർ ഉച്ചവരെ പ്രാർത്ഥിച്ചു, ബാലേ 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 ബാലേ, ഉത്തരം അനക്കവുമില്ല, ആവിയില്ല. പക്ഷേ ഏലിയാവ് ആ ഭോജനം ഞാൻ കഴിക്കേണ്ട സമയത്ത് വന്ന് വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് ആ യാഗപീഠമെല്ലാം ക്രമപ്പെടുത്തി കണ്ണമായിട്ട് യാഗവസ്തുവിനെ നുറുക്കി തോടുമൊക്കെ കീറി തൊട്ടിയിലെ വെള്ളമെല്ലാം കോരി ഒഴിച്ച് ഒരു പ്രാർത്ഥന. ദീർഘമൊന്നുമല്ല കേട്ടോ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ചുരുങ്ങിയ പ്രാർത്ഥനയാണ്. ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, ഞാൻ നിന്റെ ദാസന, നീ എൻ്റെ ദൈവമാ. ഞാൻ ഈ ചെയ്തതെല്ലാം നിന്റെ നാമത്തിൽ നിന്റെ ആലോചന ഞാൻ നിന്ന് വെളിപ്പെട്ട് വരണം. നിങ്ങൾ ആ 38-ാം വാക്യമാക്കുന്ന ഉടനെ ദൈവത്തിന്റെ തീ ഇറങ്ങി എന്നാ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. മതി. ഉടനെ ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന. സംഭവം നടന്നു. പിണങ്ങരുത്. നമ്മള് ഒരു ചെറിയ സംഭവം നടക്കാൻ വലിയ പ്രാർത്ഥനയാ, സംഭവം നടക്കത്തുമില്ല. ചെല്ലി പ്രാർത്ഥിക്കുന്ന കേട്ടാ നമുക്ക് ഇത് എന്നെ ബോധം പോലും ഇല്ല. ഒരിക്കലൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ സ്ഥലമൊന്നും പറയുന്നില്ല, ഇച്ചിരി താമസിച്ചായി എന്നെ. അപ്പം ഒരു അമ്മാമ്മ പ്രാർത്ഥിക്കുക, ആ വീട്ടിലെ അമ്മാമ്മയാ. ഞാൻ ചെന്നിരുന്നു, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി പറഞ്ഞു, കർത്താവേ പോലീസ് പറഞ്ഞ പോലെ പുത്താവ്. ഞാൻ പോലീസ് അല്ലാതെ പറഞ്ഞു. പോലീസ് എന്തുവാ പറഞ്ഞു? ലൈസമ്മാമ്മയ്ക്ക് അറിയാം പേര്, ഞാൻ പിന്നെ യോഗം കഴിഞ്ഞ് പറയാം.
താവേ പോലീസ് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തിന് പോലീസ് എന്നെ പോലീസ് എന്നാ അപ്പം എന്നാ പൗലൂസ് പറഞ്ഞതുപോലെ അതായി പറയുന്നേ. തള്ളക്ക് വെളിവും വെള്ളിയാഴ്ച വന്നില്ല, അത് തെളിച്ച് പറയണ്ടേ പൗലൂസ് പറഞ്ഞെന്ന്. താവേ പോലീസ് പറഞ്ഞു. പോലീസ് അപ്പം ഞാൻ അന്തം വിട്ടുപോയി. പോലീസ് എന്നതാ? അങ്ങനെ വെളിവില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഏലിയാവ് ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന സംഭവം നടന്നു. കാരണം പറയാം, ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രാർത്ഥന നടക്കുക 21 പിന്നെ 7 days പകല് പവർ കോൺഫറൻസ് വൈറ്റ് ഫയർ എന്തോ നടക്കുന്നു. ചെലിപ്പുറത്തില് തിരുവല്ലായിൽ തീ, എന്നാ തീ? കുമ്പനാട് തീ, എന്തോ തീയാ? മുളക്കുടയിൽ തീ, എല്ലാരും ഇരിക്കട്ടെ. കൊട്ടാരക്കര തീ, അവിടെ ഇരിക്കട്ടെ. എന്തോ തീയാ? വേറെ പുസ്തകം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എടാ, തീ കത്തിയാൽ ദഹിക്കത്തില്ലേ? ശരിയായ തീയാണെങ്കിൽ ദഹിക്കുമല്ലോ. ഇത് പലതും ദഹിക്കുന്നില്ലല്ലോ. നീ ഇപ്പോഴും കൈ കൊടുക്കുന്നുണ്ടോ? പിന്നെന്തോ തീയാ? നീ ഇപ്പോഴും മിണ്ടുന്നുണ്ടോ? കൂട്ടുവേലക്കാരനോട്, കൂട്ടു സഹോദരനോട്, ചേട്ടനോട്, അനിയനോട്, അയലത്തുകാരോട്, പിന്നെന്തോ തീയാ? ഈ കത്തുന്ന മുഴുവൻ അന്യാഗ്നിയാ. തീ കത്തുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ശരിയായ തീയാണെങ്കിൽ ദഹിക്കണം. അറിവുള്ളൊരു പാട്ടിന്റെ ഒരു വരി ചേർന്ന് പാടിക്കോ. ദഹിപ്പിക്കണം എന്നെ എൻ പ്രഭോ, ദഹിപ്പിക്കണം എന്നെ എൻ പ്രഭോ. എല്ലാം ദഹിക്കണം. അതാ ശരിയായ തീയെ. ഈ കത്തുന്നതൊന്നും ശരിയായ തീ അല്ല. നിങ്ങൾ യോജിച്ചാലും കൊള്ളാം, യോജിച്ചില്ലേലും കൊള്ളാം. നിനക്ക് കൈ കൊടുക്കാൻ മനസ്സില്ലല്ലോ, ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ, പൊറുക്കാൻ മനസ്സില്ലല്ലോ. ചെല്ലി പറയുന്നില്ലേ, ഞാൻ എല്ലാം ക്ഷമിക്കും, മറ്റേ കാര്യം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ വീട്ടിൽ പാസ്റ്റർ ഇപ്പൊ പിന്നെ ഞാൻ കൺവെൻഷന് യോഗ വേണ്ട ഒന്നും മിണ്ടുന്നില്ല. എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. നീ യാതാനും ബുദ്ധിമുട്ടോ ഇങ്ങനെ കിടക്കും. അതിനാ ഓരോന്നോരോന്ന് കളയുക. ദുശ്ചിന്ത, പക, പിണക്കം, ആരശങ്ക, കണ്ടമാനം വലിക്കുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞുഞ്ഞമ്മേ? നമ്മൾ പറയുന്നത് അയ്യോ കണ്ടമാനം വലിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പോ അകത്തിരിക്കുകയല്ലേ മുഴുവൻ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ. നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. യേശു പഠിപ്പിച്ച ഉപദേശം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവമാകത്താൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്കിക്കല്ല ഭൂമത്തിൽ ഇടറിയ ഉള്ളം തിരതുല്യം. എന്നാൽ ദുർമതികൾ സൂക്കിക്കല്ല ഭൂമത്തിൽ ഇടറിയ ഉള്ളം തിരതുല്യം. പുഷ്ടിയാലും കൺകളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ? ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം.
ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയം നന്നാകണം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് മിണ്ടാത്ത എത്ര എണ്ണം ഉണ്ട്? മറുഭാഷയ്ക്ക് കുറവല്ലോ ഉണ്ടോ? ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് ഇളകുക. ഞാൻ എന്നെയും കൂടെ പ്രതിയായി. ഉമ്മാ നീ ഇളകിയിട്ടൊന്ന്, നിന്റെ നടുവിൻ്റെ കണ്ണി അവസാനം ഡോക്ടർ പറയും തേയ്മാനമുണ്ട് കുഞ്ഞുഞ്ഞമ്മേ. ചുമ്മാ കിടന്ന് ഇളകിയതാ. അസ്ഥിക്ക് ഇളകണം, ഇത് ചെയ്തേച്ചിളകണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. ചിലര് മുഖമൊക്കെ വല്ലാതാകുന്നു. എന്തിനാ വെറുതെ ഒടുവിലത്തെ യോഗം അലോഗ്യമായിട്ട് തീരുന്നത്? ദൈവത്തിന് മഹത്വം. ഹൃദയമാ ദൈവം നോക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഹൃദയമാ ദൈവം ആമൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവനാ ദൈവം. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗമൊക്കെ വിട്ടേക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവിയിൽ മനുഷ്യവർഗത്തിന് എന്തോ നേട്ടമുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ആ വായിച്ച കണ്ണികക്കകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. കാരണം നാളെ എല്ലാവരും ആഘോഷിക്കുകയല്ലയോ. അപ്പോൾ ആഘോഷം വേറെ രീതിയിലാണ്. പക്ഷേ യേശുവിൻ്റെ തിരുപ്പിറവി കൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ നേട്ടം ഒന്ന്, ഇരുട്ട് മാറി. കാരണം ഈ സംഭവം രാത്രിയിലാണ്. അങ്ങനെ എഴുതിയേക്കുന്നത്. രാത്രിയിൽ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. രാത്രിയിൽ രാത്രി. അപ്പൊ താഴത്തെ വാക്കുന്നുണ്ട് വെളിച്ചം മിന്നി എന്നുണ്ടല്ലോ ഇല്ലേ? കർത്താവിന്റെ തേജസ്സ് അവരെ ചുറ്റി മിന്നി. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇരുട്ട് മാറി. മനുഷ്യവർഗത്തിന്റെ ഇരുട്ടിനെ മാറ്റിയവനാ ക്രിസ്തു. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറ്റിയത്. മദ്യപിച്ച് ലെവലില്ലാതെ ലക്ക് കെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും സമൂഹത്തിനുമൊക്കെ തീരാ ശാപമായി അനേകര് പ്രാഗി. മുടിഞ്ഞവനെ നിന്റെ തല പോകുമെന്നൊക്കെ പ്രാഗ്. എന്തിനാ ദൂരോട്ട് വന്ന് ഹേണ്ടിരിക്കുന്ന വാണിച്ചൻ? സത്യമല്ലേ പറയാന്? പക്ഷെ അദ്ദേഹത്തിന്റെ ഇരുട്ട് ദൈവം മാറ്റി. യേശുമായി ഇതുപോലെ എത്ര വാണിച്ചന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ മഹത്വം. പോലീസിന്റെ ലാത്തിക്കൊന്നും ഇത് നടക്കുകയല്ല. അദ്വൈതം പറഞ്ഞാലൊന്നും നടക്കുകയല്ല. അവൻ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല. പൊളിറ്റിക്കൽ ബലം കൊണ്ടും നടക്കത്തില്ല. നിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടും നടക്കത്തില്ല. കാജുള്ള എത്ര എണ്ണവാ ഹോടെ കിടക്കുന്നത്. അന്നേരം അവര് പറയാ ഞങ്ങളുടെ ഇടവകയാന്ന്. സ്തോത്രം. ഇത് കാശ് കൊണ്ടോ മുഷ്കു കൊണ്ടോ കുടുംബസേട്ടത കൊണ്ടൊന്നും മാറുന്നതല്ല. ഞങ്ങൾ പകലോമറ്റം പറഞ്ഞാവല്ലോ മദ്യപാനം മാറുവോ? ഞങ്ങൾ ശങ്കരി പുരിയാ. ശങ്കരി പുരിയോ പൂരിയോ ആകട്ടെ. എടാ പൂരിയോ ആയാവല്ലോ ഇത് മാറുമോ? ഞങ്ങൾ കുറവലങ്ങാട്ടിന്ന് വന്നതാ. ആര് പറഞ്ഞ അല്ലെന്ന്? ആയിക്കോട്ടെ. മദ്യപാനം മാറുമോ? ഇരുട്ട് മാറുമോ? സ്തോത്രം. ചെല്ലു പറഞ്ഞ് ഞങ്ങൾ ബ്രാഹ്മണരായിരുന്നു. എന്നെ കാണുമ്പോഴേ അറിയാം. ചുമ്മാ ഇരുന്ന് കീർവാണം അടിക്കുക. ദൈവദാസൻ പറഞ്ഞ അത് പറയരുതെന്നാ. ഞാൻ പകൽ പറഞ്ഞായിരുന്നല്ലോ പറയുമെന്ന്. സ്തോത്രം. നിന്റെ വകുപ്പൊന്നും പറഞ്ഞാൽ ഇത് മാറത്തില്ല. കുടുംബത്തിന്റെ ഇരുട്ട്, ജീവിതത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം. എത്ര വ്യക്തികളാ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആമൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമായി. ആമൻ സ്തോത്രം പ്രാക്കേറ്റ് എത്ര പേര് ആമൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റി. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടിയിരിക്കാറ്. ആമൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടത്തിൽ പ്രധാനപ്പെട്ട നേട്ടമാ ഇരുട്ട് മാറ്റി. ഇരുട്ടെന്നുള്ളത് വേറെ പുസ്തകം പഠിച്ചാൽ പ്രധാനമായിട്ടും 3 കാര്യമാണ്. 1, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. 2, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 3, ഇരുട്ട് നിത്യ നരകത്തെ കാണിക്കുക. അപ്പൊ പാപം, പിശാച്, നരകം, അതാ ഇരുട്ട്. ആ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു നിന്റെ ജീവിതത്തിൽ ജനിക്കണം. നക്ഷത്രം തൂക്കിയാലൊന്നും ഒക്കത്തില്ല. തോരണം കെട്ടിയാലൊന്നും തൂക്കുകയല്ല. സ്തോത്രം. ഉണ്ണി പറന്നെന്നും പറഞ്ഞ് പാട്ടുപാടി നടന്നാലൊന്നും ഉണ്ണി പറന്നു ആട്ടെ, ഉണ്ണി പറക്കട്ടെ. സ്തോത്രം. ഉണ്ണി പറന്നെന്ന് പറഞ്ഞാലൊന്നും ഇരുട്ട് മാറുകയല്ല. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറണമെങ്കിൽ അവൻ നീ ചെയ്ത തെറ്റുകളും പാപങ്ങളും അവൻ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സാക്ഷാൽ ദൈവമായ രക്ഷകനായ വെളിച്ചമാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരു തലനും രക്ഷയില്ല.
ദൈവത്തിന് മഹത്വം. അതാ ഇവിടെ മുടങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറും യേശുവിന്റെ തിരുപ്പറമ്പിൽ. എത്ര എത്ര ഭവനത്തിന്റെ ഇരുട്ട് മാറി. ആഭിചാരവും ക്ഷുദ്രവും മന്ത്രവാദവും കൊണ്ട് അവൻ സ്വത്ത് പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായ എത്ര വീടുകളാ അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബത്തിന്റെ അന്ധകാരം മാറിയത്. ഇന്ന് രാത്രി നിന്നോട് പറയാ, നിന്റെ കുടുംബത്തിൽ പാരമ്പര്യ രോഗം കണ്ടെന്ന് വരാ, മാറാ രോഗം കണ്ടെന്ന് വരാ, തകർച്ചകൾ. ആമേൻ. ഈ ശുദ്രം ചെയ്യുന്നവരും മന്ത്രവാദികൾ പറഞ്ഞു കാണും, തങ്കമ്മേ കോഴിയെ കൊണ്ടുപോവാ, പെടയെ കൊണ്ടുപോവാ, പൂവനെ കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ 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 കൊടുത്തതിന്റെ ഊപ്പാട് വന്നിരിക്കുക. യേശു കർത്താവ് പറഞ്ഞേക്കുന്നത് ഒന്നും കൊണ്ടുവരണ്ട, നീ ഇഞ്ഞ് വന്നാ മതി. വരുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവേ എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷേ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. ഇന്ന് രാത്രി അനുതാപഹൃദയത്തോട് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ യേശു നിന്നെ തള്ളിക്കളയത്തില്ല. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി ആ മനസ്സ് ഒരു കെയറോഫും വേണ്ട. യേശുവിന്റെ അടുക്ക ചെല്ലാൻ ആര്? പാപത്തിനെ ഇടയ്ക്ക് നിർത്തണ്ട, അവൻ പരിധി കുട്ടിയെ നിർത്തണ്ട, അവൻ സ്വോത്രാല് ഒരു അന്ത്രാപ്പാനെയും കയറ്റി നിർത്തണ്ട, കിവറിച്ചാനെയും കയറ്റി നിർത്തണ്ട, അവൻ കൊച്ചമ്മ ഇതിനിടയ്ക്ക് കയറണ്ട. നിനക്ക് നേരിട്ട് യേശുവിനോട് കാര്യം പറയാം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത നസറയനാകുന്ന യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഏക ദൈവം യേശു ക്രിസ്തു, ഏക രക്ഷകൻ യേശു ക്രിസ്തു, ഏക രക്ഷിതാവ് യേശു ക്രിസ്തു, ഒരേ ഒരു പരിശുദ്ധൻ ദൈവം തമ്പുരാൻ, ഒരേ ഒരു നായകൻ യേശു ക്രിസ്തു. അവിടുന്ന് വിശ്വാസത്തിന് നായകൻ, അവിടുന്ന് രക്ഷാനായകൻ, അവിടുന്ന് ജീവനായകൻ. അതികളോടി ചെന്ന് കാക്കുന്നവൻ പച്ചന നിങ്ങൾ തമ്മു നിത്യം പോറ്റുന്നവൻ. അതികളോടി ചെന്ന് കാക്കുന്നവൻ പച്ചന
ജീവനായകനെ മനുവേ ലേ 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 ജീവനായകനെ. യേശുക്രിസ്തു ഏക രക്ഷകൻ, യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രം. നിങ്ങളിൽ ആരും നായകനെന്നൊന്നും പേരെടുക്കരുത്. ഒറ്റയൊരുത്തനാ നമ്മുടെ നായകൻ. അവിടുന്ന് ജീവനായകനാ, രക്ഷാനായകനാ, വിശ്വാസത്തിന്റെ നായകനാ. ദൈവത്തിന്റെ മഹത്വം. ആ രക്ഷകനെയാ ഏറ്റെടുക്കേണ്ടത്. ആ രക്ഷകനെ ഏറ്റെടുത്താൽ നിന്റെ ഇരുട്ട് മാറും. എത്ര വ്യക്തികളുടെ ഇരുട്ട് മാറി. അതല്ലേ എല്ലാവരും കണ്ടു, അയ്യോ എന്റെ പാപ്പച്ച മനസ്സിലായില്ല കേട്ടോ, ആ മാറിയതാ. നിന്നെ ഇപ്പോഴും കണ്ടിട്ട് സോഡാക്കുപ്പിയെ വലിച്ചു വിടും. എടാ പാപ്പച്ചനെ കണ്ടുപിടിയിടാ കല്ലേ കണ്ട് മാതളപ്പടവെടുത്ത് കവളയെ വെച്ചതുപോലെ. പാപ്പച്ചന്റെ പെടലി കാണാനേ ഇല്ല, കാരണം താടി വന്നങ്ങ്. അതാ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്ന്. ചട്ടകം പോലെ താങ്കയല്ലയോ, നല്ല കുട്ടകം പോലെ. ഇതൊക്കെയാണ് ഇതിന്റെ മാർഗം. സ്ഥിതി മാറും, ഇരുട്ട് മാറുമെന്ന്. രീതി മാറും. യോസേപ്പിനെ അങ്ങോട്ട് കാരാഗൃഹത്തിൽ കൊണ്ടുവന്നപ്പോൾ യോസേപ്പിന്റെ പ്രകൃതിയെല്ലാം മാറി. ഞാനിങ്ങനെ ഭാഷ മാറി, ഭക്ഷണം മാറി, വേഷം മാറി. ദിഭാഷിയെ വെച്ചല്ലേ സംസാരിച്ച്. അതാ യവന്മാർക്ക് പിടികിട്ടാതിരുന്നത്. സ്തോത്രം. പിന്നെ വീട്ടിൽ ചെന്ന് കൊണ്ടുപോയി അവിടെ ഇരുത്തി തീന്മേശയിലെല്ലാം ഭക്ഷണമെല്ലാം വെച്ചിരിക്കുക. അപ്പം ചേട്ടന്മാർ എല്ലാം വെളിയിൽ നിൽക്കുക. അപ്പം ഒരുത്തൻ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട്, ചെറിയ മണം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പുള്ളി അച്ചായൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, അനിയൻ്റെ കാര്യം ചോദിച്ചു. ഇപ്രാവശ്യം വന്ന് പുള്ളി നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്കാരെ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. യോസേപ്പ് അകത്തോട്ട് പോയത് ചേട്ടായിമാർ വന്നതിന് തീന്മേശയല്ല ഒരുക്കി. യവന്മാർ ഒരുത്തൻ വന്ന് പറഞ്ഞു മാ ചോറ് കഴിക്കാം. പിന്നെ ഒരുത്തൻ പറഞ്ഞ് എനിക്ക് വിശപ്പില്ലെന്ന്. മറ്റവൻ പറഞ്ഞ് എനിക്ക് എന്നാണ് വയറ്റിനകത്ത്. ഒരുത്തൻ പറഞ്ഞ് കഴിച്ചില്ല വേറെ കിട്ടുമെന്ന് പറഞ്ഞു. എല്ലാം അകത്ത് കയറി ഇരിക്കുന്നില്ല. എൻ്റെ ചിന്തയാ 12 കസേര എന്ത് ചെയ്തിട്ടിരിക്കുകയില്ല. അപ്പോൾ യോസേപ്പ് മൂത്തവൻ മുതലേ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അങ്ങോട്ടിരുത്തി. രൂപേനെ പിടിച്ചിരുത്തി, ശിമയോനെ പിടിച്ചിരുത്തി, ലേവിയെ പിടിച്ചിരുത്തി, യഹൂദയെ പിടിച്ചിരുത്തി. അങ്ങനെ ഓർഡറിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങേറ്റ കസേരെ എൻ്റെ ചിന്ത ബെന്യാമിനെ ഇരുത്തി. അതിനിപ്പറേ പുള്ളിയും കയറി. അപ്പം ഇവന്മാരിങ്ങനെ വട്ടം നോക്കി, എടാ ഇത് കൃത്യത്തിനാന്നല്ലോ പുള്ളി കൊണ്ടുവന്ന്. ഒരുത്തൻ പറഞ്ഞു കൃപാവരമുള്ള ആളാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എന്നാൽ മറ്റേ കാര്യം വെളിപ്പെട്ടായിരിക്കും. അപ്പം മൂത്ത ആളാ രൂപൻ. അവൻ പറഞ്ഞെന്നാ 35 വെളിപ്പെട്ടു. 35 പിടി കിട്ടിയോ? ഉൽപ്പത്തി 35 22-ാം വാക്യം മൊത്തം വായിക്കണ്ട. 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ അത് കേട്ട് അത് മാത്രം വായിച്ചാൽ മതി, മൊത്തം വായിക്കരുതേ. അത് കേട്ടു. കേൾക്കാൻ കൊള്ളാത്തതാ. ഇസ്രായേൽ അത് കേട്ടു. അപ്പൊ ഈ വിഷയം 35-ലെ വിഷയം രൂപേന് വെപ്രാളമായി. 35 വെളിപ്പെട്ട് കാണും. ഉടനെ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. യഹൂദ പറഞ്ഞു 38 വെളിപ്പെട്ട് കാണും. 38 തന്നെ. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീരാം എന്ന പേരുള്ള അതുല്യാമിന്റെ അടുക്ക ചെന്ന് ശൂവ എന്ന പേരുള്ള തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറെ ഒനാന് ശേല ഏറെ പ്രായമാകുമ്പോ തിമ്മനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. അവൻ ചത്തപ്പോൾ അവൻ്റെ അനി ഒനാൻ അവളെ കെട്ടി ദേവരധർമ്മമനുസരിച്ച് അവനും മരിച്ചു. പിന്നൊരുത്തൻ ശേല, അവനന്നേ പ്രായമായില്ലെങ്കിലും ഇവൻ അവളെ വെച്ചോണ്ട് ബൈക്കേ പോവുക 4 മണിക്കാറ്റിൽ. എടാ നീ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പൊ അവർക്ക് അനുകൂലമായി 2 പേര് ഹെൽമെറ്റ് വെക്കാൻ. ഹെൽമെറ്റ് ഇല്ലാഞ്ഞൊരു സമയത്ത് ഒരുത്തന്റെ പുറകെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിന് പ്രായമായില്ലെങ്കിൽ അവളെ കൊണ്ട് നാളെ ഒരാൾ ചോദിച്ചു ഇതെന്തിനാ? എടാ ഇതൊക്കെ കാണിച്ചു തരാനാ. മനസ്സിലായോ?
ആയില്ലെങ്കിലും അവൻ ക്ലാസ് കട്ട് ചെയ്ത് അവളുമായിട്ട് 4 മണിക്കാറ്റിന് അവിടെ പമ്മ ഇരിക്കുക, ജ്യൂസ് എന്നാ അവളെ ഐസ്ക്രീം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ സകല വഴിയും ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതെല്ലാം ദൈവം അറിയുന്നുണ്ട്. ഉഷസിന്റെ ചിറക ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താലും അത് അവന്റെ അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലെന്ന്. ഇവരുള്ളത് കൊണ്ട് ഞാൻ ഈ 2 ശീല പാട്ട് പാടും. 10 മണി വരെ എടുക്കാൻ, 10:15 വരെ എടുക്കാൻ പറഞ്ഞതല്ലയോ? 10:15 എടുക്കുന്നില്ല. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതമായി പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. ഓ അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ ഈ പരിജ്ഞാനം. സകല വിഷയങ്ങളും അറിയുന്നൊരു ദൈവമുണ്ട്. അപ്പൊ ഇവര് കയറി ഇരുന്നപ്പോ മെപ്രാളമായി യഹൂദ പറഞ്ഞു 38 എന്നാ പിടികിട്ട് കാണും. ചുരുക്കി പറഞ്ഞ അപ്പൊ ഒരുത്തൻ പറഞ്ഞു നമ്മളല്ലേ അവനെ വിറ്റതും പുള്ളിക്ക്. പക്ഷേ യോസേപ്പ് അങ്ങനെ ആ സ്വഭാവമൊന്നുമല്ല. എന്തിനേറെ യോസേപ്പ് അവര് ഒടുവിൽ തന്നെത്താൻ വെളിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞേച്ച് പറഞ്ഞു, നിങ്ങൾ ചത്തുപോയെന്ന് പറഞ്ഞു യോസേപ്പാ ഞാൻ. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞില്ലയോ ചത്തന്ന് ചത്തന്ന് ചത്തന്ന്. ഒരുത്തൻ മാത്രമാണോ പറഞ്ഞു? വന്നവനെല്ലാം കയറി പറഞ്ഞു ചത്തന്ന്, ഇനിയും ജീവിക്കുകയല്ലെന്ന്. വന്നവനല്ല അന്നേരം അവന്മാരോർത്തത് ഈ കൈക്കെല്ലാം തീർന്നെന്ന. വന്നവനെല്ലാം കയറി പറഞ്ഞു ചാത്തു ചാത്തു ചാത്തു. ഒരുത്തൻ പറഞ്ഞു ചാകുന്ന ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു എൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നതാണ് ഒടുവിലത്തെ വലിവാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം വേറെത്തൻ പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് കാണിക്കാൻ. എന്നെയും കൂടെ വേറെത്തൻ പറഞ്ഞു ഞാൻ കണ്ടു സഹിക്കുകയല്ലെന്ന്. പോട്ടെ. യോസേപ്പ് ഒന്നിനും മറുപടി പറഞ്ഞില്ല. യോസേപ്പ് പിന്നെ ഇത്രയും പറഞ്ഞു, പിന്നെ നിങ്ങൾ വെപ്രാളപ്പെടുകൊന്നും വേണ്ട, നിങ്ങൾ എനിക്ക് ദോഷമാണ് നിരൂപിച്ചത്, പക്ഷെ അത് മുഴുവൻ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാക്കുക. ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തെയും കൂടെ ചേർത്ത് പറയാം. നീ മറുപടി പറയാനും പോകണ്ട, എതിർക്കാനും പോകണ്ട, ഉടക്കാനും പോകണ്ട, കേസിനും പോകണ്ട, കോടതിയിലും പോകണ്ട, വടക്കും വയ്യാവിലും ഒന്നും പോകണ്ട. എൻ്റെ അനുഭവമാ. നിങ്ങളും ചിലരെ അനുഭവക്കാരാ. മുട്ടയിലിരിക്കണം, മുട്ടയിലിരിക്കണം. നീ മുഴങ്കാലിലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവം അതെല്ലാം ഗുണമാക്കി തീർത്തെന്ന്. എത്രയെത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറി, എത്രയെത്ര രാജ്യങ്ങളുടെ ഇരുട്ട് മാറി. ഈ കേരളത്തിന്റെ ഇരുട്ട് മാറ്റിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടല്ലേ, യേശു വന്നത് കൊണ്ടല്ലേ. വഴിയിൽ കൂടെ നടക്കാമോ, വസ്ത്രം ധരിക്കാമോ, പള്ളിക്കൂടത്തിൽ കയറാമോ? ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. മല്ലപ്പള്ളിക്കടുത്തൊരു സ്ഥലമുണ്ട്, വെട്ടുകണ്ടം. വെട്ടുകണ്ടം എന്ന് പറഞ്ഞ അടിമകളെ കൊണ്ടുവന്ന് ആ അടിമകളെ വിറ്റേച്ച് ഒക്കാരെ വരുമ്പോൾ വെട്ടിക്കൊല്ലുക. വെട്ടുകണ്ടം. അടിമ കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. അപ്പനെ അമ്മയും മക്കളെയും കൂടെ കൊണ്ട് ചന്തയെ വില പറയാൻ നിൽക്കും. ഇഷ്ടപ്പെടുന്നവരൊന്ന് ചിലപ്പോൾ അമ്മയെ പിടിച്ചോണ്ട് പോകും കാശ് കൊടുത്ത്. നിസ്സകരായിട്ട് പിള്ളേരും ഭർത്താവ് നോക്കി നിൽക്കാം, മിണ്ടാനൊക്കത്തില്ല. അടിമച്ചന്ത. ചിലപ്പോൾ അപ്പനെ, കരുത്തുള്ള അപ്പനാണ്, അപ്പനെ തമ്പുരാനങ്ങ് കൊണ്ടുപോകും. അമ്മയും മക്കൾ നോക്കി നിൽക്കാം, മിണ്ടിപ്പോകരുത്. ചിലർ പിന്നെ ആ അമ്മയും മക്കളെയും കൊണ്ടുപോകും. ഇത് പറഞ്ഞാലൊന്നും എല്ലാവർക്കും ഒന്നും പിടികിട്ടുകയല്ല. അടിമക്കമ്പോളങ്ങൾ ഒന്നല്ല പലയിടത്തുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പറ്റുമോ? ഇതുപോലെ ഇരുട്ടല്ലായിരുന്നു. തുണിയുണ്ടായാലും ഉടുക്കാനൊക്കത്തില്ല. ഈഴവ സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ചാന്നാര്. അല്ല, നമ്മുടെ പള്ളിപ്പാട് അപ്പുറം മുട്ടം, അവരുടെ വീട്ടുപേര് ഞാൻ മറന്നുപോയി. ഈഴവ സമുദായം കേരളത്തിൽ ആദ്യം കാറ് വാങ്ങിച്ചത് പുള്ളിയാ. കേരളത്തിൽ ഉറപ്പിച്ചത്
പിന്നെ പോകരുത്, ഓരോന്നിനും ഉറപ്പിച്ചോണം. അപ്പൊ കേരളത്തിലെ ആദ്യം കാറ് വാങ്ങിച്ചത് ചാന്നാരാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നായരാ. നായരാ. അപ്പൊ നായരായതുകൊണ്ട് അയിത്തമുള്ള കാലമാ. ചാന്നാര് ഹരിപ്പാടമ്പലത്തിന്റെ അവിടെ വരുമ്പം വണ്ടിയാന്ന് അങ്ങ് ഇറങ്ങും. ഹരിപ്പാട്ട് അയിത്തമല്ലേ, അമ്പലത്തിൽ കയറാൻ പറ്റുമോ? യോടി ആ ഏരിയയായി കാണരുത്. ഇപ്പോഴും ചിലയിടത്തൊന്നും കയറ്റിക്കല, കയറുവെന്നൊക്കെ പറഞ്ഞ് പാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ കയറും, പിന്നെ നീ കയറും, നിന്നെ കയറ്റിയത് വാ. മോന് പിടികിട്ടിയില്ലല്ലേ? പറഞ്ഞു തരും. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആര് കയറുന്ന കാര്യമാണ്. ഇപ്പോഴും ഉണ്ട് നയിത്തം. അപ്പൊ അന്ന് രൂക്ഷമായിരുന്നു. വണ്ടി ഓടിച്ചു വരുമ്പോൾ നായരാ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ചരിത്രമാ പറയുന്നത്. നായർ വണ്ടി ഓടിക്കും. അന്നത്തെ കാലത്ത് പുള്ളിക്ക് കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്പലത്തിന് അവിടെ വരുമ്പോൾ അയാളങ്ങ് ഇറങ്ങും, മുതലാളി ഇറങ്ങും. നായർ കാർ ഓടിച്ചു റോഡ്, കാരണം അമ്പലത്തിന് ചുറ്റുമാ റോഡ്. നായർക്ക് പോകാം, ഈഴവന് പോകാൻ മേല. അയാൾ ഇറങ്ങി നീന്തി കയറി കണ്ടം വഴി കയറി അപ്പുറത്തെ റോഡിൻ്റെ അവിടെ വയ്ക്കുമ്പം ഡ്രൈവർ വണ്ടിയായിട്ട്. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല, കാര്യമാണ് പറഞ്ഞേ. ഹരിപ്പാട്ടമ്പലം പേരുകേട്ട ക്ഷേത്രമല്ലേ ഹരിപ്പാട്. മയൂര സന്ദേശമൊക്കെ അവിടെ പഠിച്ചതല്ലേ സ്കൂളിൽ, മയൂര സന്ദേശം. കൊണ്ടക്കോളാല് കലത് കുതുകമ്പീല് എല്ലാം നിരത്തി കൊണ്ടക്കേകി പ്രവരനടകോട് ഹട്ടമാടുന്ന ഭംഗി കണ്ടക്കാമീന്ന് ജഗമനിയാം നീലവേണി നിനച്ചിട്ടങ്ങിണ്ടൽ കേറ്റം വശകൻ അവിടെ തന്നെ മിണ്ടാതെ നിന്നാൽ സന്താഭക്തം സകല ജഗതാസ്കന്ധനെ വന്ദനം ചെയ്തെന്തായാലും വിഷമമതിനാൽ ഒന്നുമില്ലെന്നുറച്ച് ചിന്താമക്തൻ ചിരമവിടെ നിന്ന് മയൂരത്തോടെ. മയൂര സന്ദേശമൊക്കെ അവിടെ നിന്ന് ഇറക്കിയതാണ്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള അയിത്തമുള്ള കാലമുണ്ടെന്ന്. വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ്, കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെള്ളത്തുണി ഉണ്ടെന്ന് പറഞ്ഞ് ചുടുത്തോണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ? നിങ്ങൾ ചരിത്രം പഠിക്കേ. എനിക്ക് തോന്നുന്നത് ടി കെ മാധവൻ അവരുടെ ഭാര്യ ഒരു ബ്ലൗസ് ഇടാൻ ആഗ്രഹിച്ചു. അതിന് പറഞ്ഞ പഴയ റൗക്ക എന്നാ ഇപ്പോൾ ചുടിതാണ്ട് റൗക്ക. പഴയ അമ്മച്ചിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സെറ്റിപ്പനും ഒന്നുമില്ല, ഉക്കുവൊന്നുമില്ല, ഇവിടെ കെട്ടുക. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ധരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുനാളി, ഇപ്പോഴല്ല, എൻ്റെ കുഞ്ഞുനാളി. അപ്പൊ ആരോ കൊടുത്ത് റൗക്ക ഇടാനായിട്ട്. അദ്ദേഹം രാത്രി വീട്ടിൽ വന്നപ്പം അമ്മായിയമ്മ പ്രശ്നമായി, എടി ഇട്ടോണ്ട് വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞു, കൊന്നുകളയും. അപ്പം ഈ സഹോദരി കരഞ്ഞു, ഇട്ടോണ്ടൊന്ന് വെളിയിലൊന്ന് ഇറങ്ങാൻ, മാറുമറയ്ക്കാനൊക്കത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, നീ അതിട്ടോണ്ട് രാത്രി മുറിക്കകത്തൂടെ നടന്നു, വെളിയിലിറങ്ങരുതെന്ന്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അങ്ങനത്തെ അന്ധകാരമായിരുന്നു ഇവിടെ. പള്ളിക്കൂടത്തിൽ കയറ്റുവോ? പഞ്ചമി എന്ന പെൺകുട്ടീനെയല്ലയോ പള്ളിക്കൂടത്തിൽ കയറ്റിന് പള്ളിക്കൂടം തീ വെച്ച് ചുട്ടത്. ചരിത്രം പഠിക്കുന്നവർക്ക് ഇരുട്ടാ. പള്ളിക്കൂടത്തിന് തീ വെച്ചെന്ന് മാത്രമാണോ? സമാന സംഭവം കുമ്പനാട് വലിയ ഉണർവ് നടന്ന സ്ഥലമാ പൂവത്തൂര്. ബന്ധുക്കോസുകാരെല്ലാം ഭയങ്കര കേമമായിട്ട് പൂവത്തൂർ ഉണർവ്. എന്തോ പാസ്റ്റർ PM ഫിലിപ്പിന്റെ അപ്പച്ചൻ, അത് ശരിയാ, പൊടിമല മത്തായിച്ചന്റെ കാലത്ത് നിന്ന ഉണർവാ. തങ്കയ്യാച്ചനാ വന്ന് ഉണർവ് യോഗം നടത്തിയില്ല. പ്രധാന പാസ്റ്റർ PAV സാമിന്റെ പിതാവ് ART അതിശയം, ഫുൾ നെയിം എന്താണ്, അരിമനായകൻ നേശമണി വീരയ്യ തങ്കാച്ച, അങ്ങനെ കണ്ടല്ലേ ജോൺസൺ പാസ്റ്റേ, അരിമനായകൻ നേശമണി. അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. രാജാമണി സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരിയായ ഏടംകുളം സാങ്കുട്ടിയുടെ അമ്മ, അവർ ചേട്ടത്തി എനിക്കൊന്ന് കൊച്ചന്നെ MLA തന്നെയാണെന്ന് തോന്നുന്നു. അതെന്തായാലും ആട്ടിനി അത് പറഞ്ഞ് തള്ളവാരെല്ലാം കൂടെ വെള്ളം ഉണ്ടാക്കണ്ട. എന്തായാലും കൊള്ളാം. ആ കാലത്ത് അദ്ദേഹം വന്ന് ശക്തമായി ഉപയോഗിച്ചു. മനേഷ്യ പ്രസംഗിയാര് അങ്ങനെയുള്ള ഉണർവ് നടന്ന പൂവത്തൂർ ഉണർവ് കേരള പെന്തക്കോസ്ത് ചരിത്രത്തിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഉണർവ് നടന്നതിന് അടുത്ത സ്ഥലം പുല്ലാട്. അതാണ് പണ്ട് പുല്ലാട് ലഹള എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിനൊക്കെ അതിന്റെ മൂലകാരണം
അവിടെ ഒരു പയ്യനെ പള്ളിക്കൂടത്തിൽ കൊണ്ട് കയറ്റി. പയ്യന്റെ പേര് തേവൻ എന്നാ. തേവൻ, നിങ്ങൾ ചരിത്രം പഠിക്കേ. ഇരുട്ട് മാറിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ പയ്യന്റെ പേര് തേവൻ, തേവൻ. ആ ചെറിയ ബാലനെ സ്കൂളിൽ കൊണ്ടിരുത്തി. അന്നും തിരുവനന്തപുരത്ത് നടന്ന സമാന സംഭവം പുല്ലാട്ട് നടന്ന് പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഒച്ചനിറങ്ങി ഓടി. പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ സംരക്ഷണം കൊടുത്തത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, സരസകവി മൂലൂര് പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന ആ മാന്യദേഹം ഈ കുട്ടിയെ ചേർത്ത് കാര്യങ്ങളൊക്കെ ഒത്താശ ചെയ്ത് പഠിച്ചു. അദ്ദേഹം പിന്നീട് പ്രഗത്ഭനായി, ശാസ്ത്രി പട്ടം കിട്ടി. അദ്ദേഹമാണ് പ്രസിദ്ധനായ കേശവശാസ്ത്രി അവർകൾ. അത് അദ്ദേഹത്തിന്റെ വീട് അല്ലല്ല, അത് സരസകവിയുടെ ടി തേവന്റെ വീട്, ശിവപാസ്റ്റനൊക്കെ വീടിനടുത്ത് എണ്ണിക്കാട്, ഓതറയ്ക്കടുത്ത് എണ്ണിക്കാട്ട്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പഴയ ആൾക്കാർക്ക് പൽമിനി. നിങ്ങൾ ചിന്തിക്കുക, അയാൾ പത്മിനിയുടെയും ചാരുതയുടെയും കാര്യം പറയാനാണോ? അതാ രണ്ട് പറഞ്ഞോളാനാ പുള്ളി പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അയിത്തമുള്ള കാലമാ. സ്കൂളിൽ കയറ്റുകയല്ല, വെള്ളത്തുണി കൊടുക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, അടിമ കമ്പോളങ്ങൾ, ജാതിക സ്പർദ്ധ, ഇരുട്ട്. അതുകൊണ്ടല്ലേ പ്രാന്താലയം എന്നൊക്കെ വിളിച്ചേ ഇല്ലേ? ഇത് കൂടുതൽ തന്നെ അന്ധകാരം ഉണ്ടാകാനാ. തമ്പുരാക്കന്മാരെ തോളെ ചുമ്മിക്കൊണ്ട് പല്ലക്കൽ കിടക്കുക, ആൾക്കാർ ചുമന്നുകൊണ്ട് നടക്കുക, താഴെ വെക്കാനൊക്കത്തില്ല, ഇങ്ങനെ ചുമക്കുക. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, എപ്പോഴും ഞാൻ പാടുന്നതാ. പണ്ട് നാടുമാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. പണ്ട് നാടുമാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറ, അസ്ഥികൾ തോറും പൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറ, അസ്ഥികൾ തോറും പൂക്കളല്ലോ നാം. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഞ്ചം ചുമന്നും തണ്ട് വലിച്ചുമൊക്കെ ഊപ്പാട് വന്നൊരു കാലമുണ്ട്. ഞാൻ ഇനി ചരിത്രത്തോട്ട് അധികം പോകുന്നില്ല. എന്നേക്കാൾ അറിവും വിദ്യാഭ്യാസവും ഈ കാര്യത്തിൽ വളരെ തിട്ടമുള്ള ആൾക്കാരാ എൻ്റെ ശ്രോതാക്കളെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഇരുടളഞ്ഞൊരു രാജ്യം, സ്ഥലം, ആ ഇരുട്ട് മാറ്റിയത് സുവിശേഷമാണ്. സ്തോത്രം. ആ ഇരുട്ട് മാറ്റിയത് സുവിശേഷമാണ്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ അത് നടക്കൂ. സ്തോത്രം. വേറെ ഒന്നും കൊണ്ട് നടക്കത്തില്ല. മിശ്രഭോജനം, അത് ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഒന്നിച്ച് പന്തിക്കിരിക്കുകയല്ലോ, കടിക്കത്തില്ലല്ലോ, കല്യാണം കഴിക്കത്തില്ലല്ലോ, ഭക്ഷണവും കഴിക്കത്തില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനെ ഏറെക്കുറെയൊക്കെ മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അയ്യോ, പ്രാർത്ഥനക്കാരും അത്ര മോശമൊന്നുമല്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ എല്ലാവരും വന്നു പോവുകയല്ല, ഭക്ഷണം ഇട്ട്. പിന്നെ ഒരു കാര്യം പറയാം, തള്ളെ ഉണ്ടാക്കുന്നത് വീറും വൃത്തിയായിരിക്കണം. നീ മൂക്കിനകത്ത് വിരലിട്ടേച്ച് തവിയിട്ട് ഇളക്കരുത്. യോടി ഞാൻ കണ്ട കാര്യമാ. പിന്നെ രണ്ടും പറയണ്ടേ? എന്നെ പറയുന്നേ? ഞാൻ പിന്നെ പറയാം. കയറി കൊത്തരുത്, അവിടെ ഇരിക്കും, ഞാൻ പറയാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇപ്പോഴും ഉണ്ടെന്ന് അങ്ങനെയുള്ള ആൾക്കാർ. ഇത് പാടില്ല. ദൈവത്തിന് മഹത്വം. ഇതിനൊക്കെ കുറച്ച് പരിഹാരം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്.
അല്ല ഇപ്പോഴും ചിലയിടത്ത് ചിലരെ കയറ്റുകല്ലോ ചില സഭക്കാര്, കാശുള്ളവരെല്ലാം കൂടി കൂടിയ ഒരു സഭ. അതൊന്നും സഭയല്ല. കാശുകാരെല്ലാം കൂടെ അവിടെ കൂടിയിരിക്കുന്നേ ഉള്ളു. കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു സഭ. അതെല്ലാം ഗതികെട്ടാ പ്രേതം. അത് സഭയാണോ? എടാ കാശുള്ളവനെല്ലാം കൂടെ കൂടുന്നതൊന്നും ദൈവസഭയല്ല. കാശില്ലാത്തവനെല്ലാം കൂടെ കൂടുന്നത് ദൈവസഭയല്ല. ഇതെല്ലാം മെച്ചക്കല്ലേ. ഞാൻ ചാടി അങ്ങോട്ട് വന്നതിന് എനിക്ക് ഇറങ്ങാനും ഒക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാം ഒരപ്പത്തിന്റെ അംശികളാ, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാ. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും. എന്തിന്? യേശുവിനെ ഏറ്റെടുത്താൽ രാജ്യത്തിന്റെ ഇരുട്ട് മാറ്റും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റും. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സത്യസുവിശേഷം. അതാ ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മേണിച്ചതിന് ചുമല് കൊടുത്ത് ഈ സ്ഥലത്ത് ഈ യോഗം നടത്താൻ കാര്യം. ഇന്ന് രാത്രി അന്ധകാരത്തിന്റെ കുഴിയിൽ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ സത്യസുവിശേഷമാകുന്ന യേശുവിനെ ഉൾക്കൊള്ളുക. ഞാൻ ഓടിച്ച് ആ ഭാഗം അങ്ങ് വിടുകയാ. ഇരുട്ട് മാറി മാത്രമല്ല ഭയം മാറി. 3 സന്തോഷമുണ്ടായി. സ്തോത്രം. പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു രക്ഷകനെ കിട്ടി, ഒരു രക്ഷിതാവ്, യേശു ക്രിസ്തു. അതാ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് ലഭിച്ച നേട്ടങ്ങളിൽ ചിലത്. ഞാൻ ആ ഭാഗം വിടുകയാ. അങ്ങനെയുള്ള സുവിശേഷം, നിർമ്മല സുവിശേഷം, സത്യസുവിശേഷം, ജീവനുള്ള സുവിശേഷം യേശുക്രിസ്തു. ആട്ടെ, ഓടിച്ച് എടുത്ത ഭാഗത്തോട്ട് വന്ന് പെട്ടെന്ന് അങ്ങ് നിർത്താം. നമ്മുടെ യോഗത്തിന്റെ സമാപന ദിവസങ്ങളാണല്ലോ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലാ വായിച്ചത്. എബ്രായ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനം പൗലോസ് എഴുതി. പൗലോസിന്റെ ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാശാസ്ത്രപ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. എന്നാൽ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഞാൻ പറയാറുണ്ട്, 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാ. എന്താ ഈ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ? ഒറ്റവാക്കിൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ട് വഴിവിട്ട് അവൻ വ്യവസ്ഥ തെറ്റിപ്പോയാൽ അവനെ മുടക്കുകയല്ല, ഒതുക്കുകയല്ല, പറഞ്ഞു വിടുകയല്ല, അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തണം. അതിനായി തർജ്ജനം ചെയ്യണം, നന്നായിട്ട് തർജ്ജനം ചെയ്യണം. തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതി പറയാ, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ഓടിച്ചു പോകാം. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം, 3 ലേഖനം തർജ്ജന ലേഖനമാണ്. 3 പെശകനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക, 2 ജീവിത പെശക, 3 വിശ്വാസ പെശക. വിസ്തരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പെശക. ശരിയായ ഉപദേശത്തിന് വിപരീതമായ ഉപദേശമായിട്ട് ആൾക്കാർ വരിക. വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു യേശു. ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച ഉപദേശമാണ്, ഒരിക്കലായി തന്ന വിശ്വാസ പ്രമാണമാണ്. ഈ പ്രമാണം ഇന്നാൾ ഒരാൾ പറയുന്നത് കേട്ട്, ഞങ്ങൾക്ക് ബൈബിൾ അല്ലെന്ന് ആധാരം, പിന്നെന്തുവാ ഞങ്ങൾക്ക് സഭയാന്ന്. സഭ എടാ, ഇതില്ലാതെ സഭ. സ്തോത്രം. ഇതാ പ്രമാണം. ഇത് വെച്ചാ നിന്നെയൊക്കെ ന്യായം വിധിക്കാൻ പോകുന്നേ. ഇതിന്റെ ഒറിജിനൽ അവിടെ ഇരിപ്പുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പോയി നിൽക്കുവന്ന് പുസ്തകങ്ങൾ തുറന്നു, അല്ലാതെ സഭ തുറന്നല്ല. സഭയുടെ വാതിൽ തുറന്നു, പാപ്പച്ചൻ വന്ന് നിന്നു, പാപ്പച്ചനെ വിധിച്ചു. കഥകളെല്ലാം തുറന്നു, പാപ്പച്ചൻ വന്നു നിന്നു. കഥക് തുറന്നല്ല, പുസ്തകം തുറന്നെന്നാ. ഈ പുസ്തകം വെച്ചാ നിന്നെയെല്ലാം വിധിക്കാൻ പോകുന്നേ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ വരും. അങ്ങനെ വിപരീത ഉപദേശക്കാർ വരുമ്പോഴേ എഴുതിയിരിക്കുന്നത് പൗലോസ് പറയുക, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, ഒരു ദൂതൻ ഗബ്രിയേലോ മീഖായേലോ അവരങ്ങനെ വരികയല്ല. അഥവാ വന്നാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെ ഉറപ്പിക്കുക, കണ്ടോ, അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് ഒരിക്കലായി പരിമരിച്ച വിശ്വാസ പ്രമാണമാണ്. ഇതിന് വിപരീതമായിട്ട് പ്രസംഗിക്കുന്ന ഞാനോ അവന് ദൂതം വന്നാലും നിങ്ങൾ അംഗീകരിക്കരുത്. ഇങ്ങനെ
ഇവര് ദുരുപദേശക്കാർ വന്ന് നുഴഞ്ഞു വന്ന 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ച ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നുഴഞ്ഞു വരുന്നു ദുരുപദേശക്കാരെ. എടാ, പെന്തിക്കോസിന്റെ ഉപദേശം പറയാം. ഇപ്പൊ എല്ലാരും അങ്ങ് പെന്തിക്കോസ. അതാരാ പെന്തിക്കോസ? അതോ അതും കോസ, ഇതോ അതും കോസ. നോക്കുന്നിടത്തല്ല. പണ്ട് നമ്പിയാര് പറഞ്ഞ പോലെ പച്ചക്കതളി കുലകൾ കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഠിച്ചല്ലേ. എവിടെ നോക്കിയാലും ഇടയ്ക്കിടെ പള്ളിക്കൂടത്തിൽ പഠിച്ചല്ലേ. പച്ചക്കതളി കുലകൾ കിടക്കിട മെച്ചത്തിൽ നീ നോക്കിയിരിക്കാന്നോ? പച്ചക്കതളിക്കുലകൾ കിടകിട മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ പെന്തിക്കോസ് അവിടെ എല്ലാം മൊത്തം പെന്തിക്കോസാ. പെന്തിക്കോസിന്റെ ഉപദേശം പറയാം. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. കർക്കശമായ വേർപാട് പാലിക്കണം. നാടോടുമ്പോ നടുക്കൂടെ ഓടുകയല്ല, നടുത്തുണ്ടം കയറി വെട്ടിയടിക്കുകയല്ല. ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. തിരുമേശ എടുക്കണം. തിരുമേശയില്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ കൂടിയിരിക്കുന്നേ ഉള്ളു. മാസത്തിൽ 1. ഇത് മാസത്തിലൊന്നും ചെയ്യേണ്ടതല്ല. പിന്നെ ചെല്ലു പറഞ്ഞു ഞങ്ങളുടെ പ്രസിഡന്റ് വരാതെ അപ്പം ഇവിടെ നല്ല വെണ്ണാന്ന് ആര് മുറിച്ചാലും. പിന്നെ അത് ശുശ്രൂഷയ്ക്കൊരു തന്മയത്വമുണ്ട്. അങ്ങനെ പക്വതയും പരിജ്ഞാനവും ദൈവകൃപയും തന്മയത്വമുള്ളവരെ കൊണ്ട് പണ്ടൊരുത്തൻ അപ്പം നുറുക്കി വെച്ച് അറിയാൻ മേല. സീനിയർ പാസ്റ്റർക്ക് എന്നെ പുള്ളിയെ കൊണ്ട് ജയിപ്പിക്കണ്ടേ, കൊടുക്കുകയില്ല. ഇവനെടുത്ത് അപ്പം നുറുക്കി വെച്ച് എന്നാന്ന് അറിയാൻ മേല. അവിടെ പുള്ളിയോട് ചോദിച്ചു ഇനി എന്നാ ചെയ്യണം. പുള്ളി പറഞ്ഞു തന്നെ തിന്നടാന്ന് പറഞ്ഞു. അപ്പം കൈ വെച്ചോണ്ടിരിക്കുക. ശുശ്രൂഷയ്ക്കുണ്ടല്ലോ ഒരു തന്മയത്വം. തിരുമേശ എടുക്കണം, നീ കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എന്തിക്കോസിലാന്ന് പറഞ്ഞു. പിന്നെ 83 മാനസാന്തരപ്പെട്ടതാ അല്ലല്ല, ഇന്ന് രാത്രിയിലും മാനസാന്തരപ്പെടണം. സഭയോടല്ലേ വെളിപ്പാട് പുസ്തകം പറഞ്ഞ മാനസാന്തരപ്പെടാൻ, പുറത്തുള്ളവരോടല്ലല്ലോ പറഞ്ഞേ. ആകെയാ നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് സഭയോടാണ് പറഞ്ഞ മാനസാന്തരപ്പെടാൻ. നമ്മളെല്ലാം അവർ മാനസാന്തരപ്പെട്ട അല്ലല്ല, നീയാ മാനസാന്തരപ്പെടേണ്ടത്. നമ്മളല്ല മാനസാന്തരപ്പെട്ടാന്നോ? ഈ ചോദിച്ച പുള്ളി അനിയനോട് മിണ്ടിയിട്ട് 8 കൊല്ലം കഴിഞ്ഞു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ വല്ലയോ? ഇതാണ് പെന്തിക്കോസിന്റെ ഉപദേശം. പിന്നെ വേർപാട് കർക്കശമായി. ഒരു കാര്യം പറയാം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, നീ ഇനി വിളിച്ചാലും കേട്ടാലും ആഭരണ ഭ്രമം പാപമാ. ഇപ്പൊ ഉപദേശമാര് പറയാം ഇച്ചിരി ഇടുന്നുകൊണ്ട് കുഴപ്പമൊന്നും, എന്നാ ഇച്ചിരി വിഷം തിന്നട്ടെ, ഇച്ചിരി വിഷം തരട്ടെ, തിന്നാവോ? ഇച്ചിരി വിഷം തരാം, കുഴപ്പം ഇച്ചിരി അല്ലേ ഉള്ളൂ, തിന്നണോ? അതിനാ തിന്നാത്ത എന്നാ വെടി തീരും. അല്ല എടാ, വിഷമാ, അമേദ്യമാ. സ്തോത്രം. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, നാളെ യോഗമില്ലാത്ത കൊണ്ടാ പറഞ്ഞേ. നീ വേർപാട് പാലിക്കണം. ആഭരണം മാത്രമല്ല, വിലയേറിയ വസ്ത്രം ധരിക്കുന്നതൊക്കെ പാപത്തിൽപ്പെട്ടതാ. ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങൾക്ക് പരിജ്ഞാനമുള്ളവരല്ലേ, ദൈവത്തിന് മഹത്വം. ഇത് പെന്തിക്കോസ് ഉപദേശമാണ്. ഇപ്പൊ പല ഉപദേശക്കാരെയല്ലേ വിളിക്കുന്നത്. ഒരു യോഗത്തിന് തന്നെ പല ഉപദേശക്കാരെ ആണെന്ന്.
ഒന്നാം ദിവസം വന്ന് പറഞ്ഞു അവന് റൈറ്റ് നോ തള്ളയാണ്ട് താഴെ കിടക്കുന്നു. പിറ്റേ ദിവസം വന്ന് പുള്ളി പറഞ്ഞു താഴെ വീഴുന്നത് ശരിയല്ല. ചിലത് വീഴാൻ തന്നെ അങ്ങ് നിൽക്കുക. അവൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അവിടുന്ന് ഒരുങ്ങി വരിക വീഴാൻ. വിരുദ്ധോപദേശക്കാരല്ലേ ഈ വരുന്നേ? ഇതിനൊരു ഉപദേശമുണ്ടെന്ന്, ഇതിനൊരു പ്രമേയമുണ്ട്. ആള് കൂട്ടുന്ന മാർഗമല്ലിത്, ആളുവോളവും ബഹളമൊന്നും അല്ലിത്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്, പറയാം. മാണിച്ച സമയം എന്നായി? 9:30 ആയോ? 9:30 ആകാൻ 10 ആകാനോ? അതെന്നാ വാച്ച? ഇത് ഉപദേശം ഇതാ. അതെ, മുമ്പോട്ട് പോകാം, ഞാനങ്ങ് അടങ്ങുക. എബ്രായലേഖനം 10-ാം അധ്യായം വായിച്ചത്. എബ്രായലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഓരോ അധ്യായത്തിലും യേശു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മൽക്കിസേദക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ളവനാ നസറയനാകുന്ന യേശുക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മാഹാത്മ്യം തെളിയിച്ചു. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി യേശു സ്വർഗത്തിലേക്ക് പോയി. അതാണ് 19-ാം വാക്യം മുതൽ വായിക്കുന്നത്. വായിച്ചോ പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തീയിൽ കൂടെ നമുക്ക് പ്രത്യക്ഷ ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലെ ദൈവാലയത്തിലേക്കുള്ള നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാൻ പറയുക. അതിന് അടുത്ത് ചെല്ലാൻ പറഞ്ഞത് അകന്ന് നിൽക്കുന്നത് കൊണ്ടാ. അതിന് അങ്ങനെ ഇപ്പൊ അകന്ന് നിൽക്കുന്നവരോട് പറഞ്ഞാൽ അടുത്തോട്ട് വരാൻ. അതെന്നാ കാര്യം? അടുത്തോട്ട് വരണം. നിങ്ങൾ എന്നെ അകലാൻ കാര്യം ദുർമനസാക്ഷി. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ദുർമനസാക്ഷി, നല്ല ഹൃദയവുമില്ല. ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന പലർക്കും നല്ല ഹൃദയമല്ല. കാരണം ഹൃദയം കർത്താവിന് കൊടുത്തേക്കുക. 5 ഏക്കറും 10 ഏക്കറും ഉണ്ട്. നിന്റെ കൂടെ ആരാധിക്കുന്ന സാധുവായ ഒരു സഹോദരന് 5 സെന്റ് ഭൂമി ഇല്ലല്ലോ. ഒരു കൊടുക്കരുതോ? 5 കൊടുക്കുന്നവരുണ്ട്. ആരായാലും 5 സെന്റുകാരൻ സമീപേ പാർക്കുന്നുണ്ടെങ്കിൽ ഉടനെ വിഷയം വെച്ച് പ്രാർത്ഥി, കർത്താവേ പറിച്ചു മാറ്റണമേ അപ്പ. ഇവന്റെ സ്റ്റാറ്റസിന് മറ്റവൻ ഉണ്ട്. ഒരു പ്രവാചകൻ ചെന്ന് രാത്രി ബൈക്ക് താവയെ തുരത്തണമേ, അതിനെ പന്നിയിലിയാന്നു. ഹൃദയം നന്നാകണ്ടേ? നിന്റെ കൂടെ നീ ആത്മാവിലാകുമ്പോ അവന്റെ ഭാര്യയല്ല 3 ഒടിയ. 5 ഏക്കറും 10 ഏക്കറും ഉള്ളവനോടായി പറയുന്നത്. 5 സെന്റ് കൊടുക്കുന്നവരുണ്ട്, കൊടുത്തവരും ഉണ്ടെന്ന്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ അകന്നു പോകാൻ കാര്യം നല്ല മനസാക്ഷി, ഹൃദയമില്ലെന്ന്. നല്ല ഹൃദയം വേണം കേട്ടോ. പിച്ചക്കാരൻ വന്നാലും ഉണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണേ. ഇപ്പൊ ചില പിച്ചക്കാർക്കും 10 രൂപ ഒന്നും. പണ്ടൊരു അപ്പച്ചൻ ചത്തപ്പം അപ്പച്ചൻ മരിച്ചു, പിള്ളേരാരും അടുത്തില്ല. അപ്പച്ചൻ മരിച്ചപ്പോൾ പിള്ളേരെടുത്തില്ല. അപ്പം വേറെ ആൾക്കാരുണ്ട്. അവർ ഓടി വന്ന് പന്തലൊക്കെ കിടക്കുക. പന്തലപ്പം ഈ ചെറിയ കല്ലുകളാ മുറ്റം നല്ല കാശുള്ളവരാ. ഈ ചെറിയ കല്ലില്ലേ, പാറക്കല്ല്. അപ്പം വന്നവനെല്ലാം പെറുക്കി നടക്കുക. 10 പൈസ. മിറ്റം മുഴുവൻ കല്ലിനടെല്ലാം. അപ്പം എന്നാ അപ്പച്ചൻ പിച്ചക്കാർക്ക് 10 പൈസയെ കൊടുക്കുകയുള്ളു. അവനെന്ന് മേടിച്ച് അയാളുടെ മോന്തയ്ക്ക് എറിഞ്ഞാച്ചായി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂപ്പലയാത്തപ്പം മിറ്റം മുഴുവൻ ഉറപ്പിച്ച് ഒക്കെ സത്യമായ കാര്യമായി പറയുന്നേ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞ നല്ല മനസാക്ഷി വേണം, ഹൃദയം നല്ലതാകണമെന്ന്. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കണം. ഓടിച്ചു പറയാ നല്ല ഹൃദയമില്ല, അതുകൊണ്ട് അകന്നു പോയവരോട് പറയുക അടുത്തു വാ.
അടുത്തു വരാൻ ആഹ്വാനം മുടക്കുമ്പോൾ 3 കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. സ്നേഹിത, അരച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. നിനക്ക് വേണ്ടി യേശുവിന്റെ തിരുശരീരം അവൻ മുറുക്കപ്പെട്ട് ഉടവയാല് പോലെ മുതുക് കീഴത്ത് കീറപ്പെട്ട് അവിടുത്തെ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരുശരീരത്തിൽ ഒരു പുത്തൻ വഴി ഒരുക്കി. ഇന്ന് രാത്രി അരച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ നീ ധൈര്യത്തോട് അടുത്തു വാ. 2, നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുവാൻ പര്യാപ്തമായ അവിടുത്തെ പുണ്യാക രക്തം ഇവിടെ ഉണ്ട്. ഇത് നിർമ്മല രക്തം, പരിശുദ്ധ രക്തം, വെളിയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നമുക്ക് ജയം തരുന്ന രക്തം. സകല പാപവും പരിഹരിക്കും. 1, ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴിയൊരുക്കി. അടുത്തു വാ. 2, പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ, നിന്റെ മുഴുവൻ പാപവും ക്ഷമിക്കും. 3, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. അടുത്തോട്ട് വിളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ശുദ്ധീകരണത്തോടെ വരണം. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ആന്തരിക ശുദ്ധീകരണമാ ഹൃദയങ്ങളിൽ തളിക്കണം യേശുവിൻ്റെ രക്തം. ബാഹ്യ ശുദ്ധീകരണത്തിൻ്റെ വാക്യമാ ശുദ്ധവെള്ളത്താൽ ശരീരം. ശുദ്ധവെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നിർമ്മല വചനമാ. മായമില്ലാത്ത വചനം, കൂട്ടുചേർക്കാത്ത വചനം, നിർമ്മല വചനം, ഉള്ളതുപോലെ പറഞ്ഞ വചനത്താൽ ഭാഗ്യശുദ്ധീകരണം പ്രാപിച്ച് ഇന്ന് രാത്രി അടുത്ത് വരണം. എന്നിട്ടാണ് 32-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. ഓടിച്ചു പറയുക, അവിടെ 3 കാര്യം എടുത്തു പറയുകയാണ്. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. എല്ലാം വിവരിക്കുന്നില്ല. 10:15 നിർത്തണമെന്ന് മാണിച്ചം പറഞ്ഞതുകൊണ്ട് കൃത്യം 10:15 ആശീർവാദം പറയും. കൃത്യം പറയും. എന്നാ ബൈബിള് പിടിച്ചോ, നീ അതിരിക്കുന്നതുകൊണ്ട് ആ പുള്ളി ഇളകിയെന്ന് പറയണ്ട, ഇതും പിടിച്ചോ. കൃത്യം 10:15. അദ്ദേഹം പറഞ്ഞത് ബഹുമാനിക്കുക. കൃത്യം 10:15 നിർത്തും. 1 മിനിറ്റ് മുന്നോട്ട് പോവുകയല്ല. ദൈവത്തിന് ഞാൻ വന്നപ്പോഴേ ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അല്ല, നിങ്ങളൊരു ആളെ കണ്ടപ്പോൾ ഇളകി കേട്ടോ ഒന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ്. നടത്തിപ്പുകാരെ അനുസരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് 3 കാലം. 1 പൂർവ്വകാലം. അല്ല, പൂർവ്വകാലം വാക്യമുണ്ട്, വർത്തമാനകാലം എന്ന് വാക്യമില്ലെങ്കിലും വായിച്ചു വരുമ്പോൾ വർത്തമാനകാലത്തെ പറ്റി തെളിയുന്നുണ്ട്. 3 ഭാവികാലം, അതും വായിച്ചു വരും. പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അതാ ഭാവികാലം. പൂർവ്വകാലം ഒന്ന് ഓർക്കണം, എല്ലാവരും ഓർക്കണം പൂർവ്വകാലം. ദൈവം തന്നെ നടത്തിയ വിധം, രക്ഷിച്ച വിധം. പണ്ടത്തെ കാലമൊക്കെ ഓർത്തെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കയറി കിടക്കാൻ ഇടമില്ലാതെ, ഒരു നല്ല വീടില്ലാതെ, അപ്പോൾ ഒരു നല്ല ചെരുപ്പ് പോലും ഇല്ലാതെ. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഒരു നേരം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനില്ലായിരുന്നല്ലോ. അതൊക്കെ നീ മറക്കരുത് കേട്ടോ, ഓർക്കണേ. അയ്യോ, ചെറുക്ക് കാശും ചുറ്റുപാടും പുത്തനും ഒക്കെ കിട്ടിയാൽ പിന്നെ അങ്ങ് ഗമണ്ട, അങ്ങ് ഏതാണ്ടല്ലേ ഇരിപ്പൊക്കെ കാണണം. അയ്യോ, ഇവിടെ ഓരത്തി എന്നപ്പം കാറിന് ഇങ്ങനെ കുറച്ച് നാൾ മുമ്പാ ഞാനവിടെ മാറി വേറെ 1-2 പേരുമായിട്ട് പറഞ്ഞപ്പോൾ എവളെ എനിക്ക് നേരത്തെ അറിയാം. അവൻ അമേരിക്കയിൽ പോയി ഇച്ചിരി പൈസയൊക്കെ കിട്ടി. അപ്പോൾ അവള് മുടിയെല്ലാം ഇങ്ങനെ പാറി പുറപ്പിച്ച് ടെമ്പോയി കച്ചി കൊണ്ടുപോകും പോലെ ഒരു ബാഗ് വെക്കും. അപ്പം നേരത്തെ ഇരുന്ന സഭയിലാന്ന് തോന്നുന്നു സാധുക്കളാകുന്ന 1-2 സഹോദരിമാർ, ഒരമ്മയും വേറൊരു സഹോദരി, മോളാണോ മരുമകളാണോ സഭയ്ക്ക് അറിയത്തില്ല. നമ്മൾ ദൂരെ നിൽക്കുക. ചെന്ന് മിണ്ടാൻ വലിയ ബുദ്ധിമുട്ട്. അവർ കൊച്ചമ്മയെന്ന് വിളിച്ച് നിൽക്കുക. അല്പം കഴിഞ്ഞപ്പം കുറച്ച് ആരാ അത്രയും നിൽക്കുന്നേ, അവരങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു കൊച്ചമ്മ, ഇച്ചിരി പിടിപ്പുള്ള കൊച്ചമ്മ വന്നപ്പം അവൾ കാറിൽ നിന്നിറങ്ങി അങ്ങോട്ട് ചെന്ന് പ്രൈസ് ലോർഡ്. അവർക്ക് പോകണം, അവർ പോകാൻ പിടിവിടുകയല്ല. എല്ലാവരുടെയും കാര്യമല്ല. അപ്പം പിന്നെ ഞാൻ വന്ന ആളിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞാനിവിടെ ചെന്നു. ചെന്നപ്പോൾ ഞാൻ സ്തോത്രം, അപ്പം എന്നെ പരിചയപ്പെടുത്തി, അറിയാവോന്ന്. ഞാൻ പറഞ്ഞു, പുറകെ നിൽക്കുന്നത് ഞാൻ ഏതാണ്ട് അവിടെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ, യോഗം കഴിഞ്ഞ് വന്നാൽ മതി പറയും. ലൈവല്ലേ, അഹങ്കരിക്കരുത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. നിന്നെ നടത്തിയ വിധമൊന്നും നീ മറക്കരുത്. സ്തോത്രം, നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർത്തോണം.
ഞാൻ എപ്പോഴും പറയും, എല്ലായിടത്തും ഞാൻ പറയും, നല്ല ഷർട്ടില്ലല്ലോ ഇടാൻ. ആകെ ഒരു ഷർട്ടാ ഇട്ടിട്ട് ഊപ്പാട് വന്ന് കോളർ കീറി അവസാനം തിരിച്ചു വെച്ചടിച്ചു. അതൊന്നും മറക്കരുത് കേട്ടോ. കടം മേടിച്ച് സാരി കൊടുത്തോണ്ട് പോയി സാരി തട്ടിക്കീറി 2 പെണ്ണുങ്ങൾ കിടന്ന് പൂരാ തെറി. എൻ്റെ ഹെവിക്ക് കേട്ടതാ. അങ്ങനെ തെറി പറയുന്നവരുണ്ട്. പിന്നെ എന്നോടൊരു അമ്മ പറഞ്ഞു, നമ്മുടെ ഒരു അമ്മയാ പറഞ്ഞു, എൻ്റെ ഈ ഫസ്റ്റ് ക്ലാസ് തെറി ഇരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, തള്ളയെ മിണ്ടരുത്. ഇല്ല ഞാൻ പറയത്തില്ല, പക്ഷെ എൻ്റെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറി. ഞാൻ പറഞ്ഞു, തള്ളയെ മിണ്ടരുത്. ഇല്ല ഞാൻ പറയത്തില്ല, പക്ഷെ എൻ്റെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ പൂർവ്വകാലമൊന്നും നീ മറക്കരുത്. ദൈവം നിന്നെ രക്ഷിച്ചതൊന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. 2 വർത്തമാനകാലം. ഇപ്പം ദൈവം നിന്നെ നടത്തുക. നിന്നേക്കാൾ മിടുക്കന്മാർ, സേട്ടന്മാർ, ഉന്നതന്മാർ, കുലീനന്മാർ, മിടുക്കന്മാർ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിലും ആയുസോടെ ഇവിടെ വരുവാനും ഇരിക്കുവാനും ദൈവം നിനക്ക് കൃപ നൽകി. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. 3-ാമത്തത് ഭാവികാലമാ. അത് പറഞ്ഞങ്ങ് നിർത്തുക. വാച്ച് ഞാൻ നല്ല കൃത്യസമയം നിർത്തുകയല്ല. സ്തോത്രം. ഭാവികാലം, ഭാവികാലം. അതാ 37-ാം വാക്യം വായിച്ചു നിർത്താം. ഭാവികാലം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. നമ്മുടെ യോഗത്തിന് സമാപനമായ യേശു വീണ്ടും വരും. എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. ആരാ പോകുന്നേ? എല്ലാരും ഒന്നും പോകുകയല്ല. പോകുമെന്നും പറഞ്ഞാ ഈ ചാടുന്നേ. പണ്ട് ഓണക്കളിക്ക് പാടുമായിരുന്നു, പോണം പോണം പക്കുടുക്ക്. കേട്ടിട്ടില്ലേ അമ്മാമ്മ? കേട്ടിട്ടില്ലേ? ബാക്കി പറയാം അമ്മാമ്മേ. ഓണത്തിന് പോണം പോണം പക്കുടുക്ക്, പോകണ്ട പോകണ്ട, പോണം പോണെന്നും പറഞ്ഞ് ചാടുക. ആരാ പോകുന്നത്? കർത്താവ് അതിന് തെളിവ് പറഞ്ഞ കൂട്ടത്തിൽ വിഷയം വേറെയാണെങ്കിലും വാക്യം ഇങ്ങോട്ടൊന്ന് കടമെടുക്കുക. നോഹയുടെ കാലം പോലെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും, ആ 2 പ്രത്യക്ഷതയും അധ്യായത്തിൽ ഉണ്ടല്ലോ. സ്തോത്രം. 1-ാം വരവും 2-ാം വരവും ഉണ്ട്. എങ്കിലൊന്ന് കടമെടുക്കുക. വേറെ പണ്ഡിതന്മാര് കയറി ഉടക്കരുത്. സ്തോത്രം. ഉടക്കിക്കോ, ഞാനങ്ങ് വീട്ടിൽ പോ, നീ അവിടെ ഉടക്കിയിരിക്കും. അപ്പോൾ കടമിഞ്ഞോട്ടെടുക്കുക. നോഹയുടെ കാലം പോലെ ആയിരിക്കും. എന്തുവാ നോഹയുടെ കാലം എന്ന് പറഞ്ഞങ്ങ് നിർത്താം. ആരാ യേശുവിന്റെ വരവിൽ പോകുന്നത്? ഭാവികാലം കർത്താവ് വീണ്ടും വരുമെന്ന്. ആര് പോകും? അതിനൊരു നിഴലാ. നോഹയോട് ദൈവം പറഞ്ഞ് പെട്ടകം ഉണ്ടാക്കാൻ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിലൊരു കണ്ണികയുണ്ട്. കണ്ണിക വായിക്കുമ്പോൾ ആരാധന തുടങ്ങിയെന്നാ വായിക്കുന്നത്. ഉൽപ്പത്തി 5-ന്റെ നേരെ മേളിലൊരു ശേത്തിന് വായിച്ചേ. അല്ല, കണ്ണിക തുടങ്ങുന്നത് ആനാന്ദന്റെ ഭാര്യയായിട്ട് പിന്നെയും ജീവിച്ചു. അവളെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു. ഏനോശ്. അടുത്ത വാക്യം. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധിക്കുക. അവിടെ ആരാധന, ഇവിടെ എല്ലായിടത്തും ആരാധന തുടങ്ങി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ടിൻ ഷീറ്റ് ഇട്ട കെട്ടിടം നമുക്കിപ്പോ കാണാൻ മേല. ഉടനെ ആരാധനയാ. ഇന്നാളെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വർഷിപ്പ് എന്ന് പറഞ്ഞ 500-ന്റെ മോട്ടറല്ലേ. എല്ലായിടത്തും വന്ന് തുടങ്ങി. നല്ല കാര്യമാ. എല്ലായിടത്തും ആരാധന, എല്ലായിടത്തും ആരാധന തുടങ്ങി. നല്ല കാര്യം. പക്ഷെ ആരാധന തുടങ്ങിയെങ്കിലും പക്ഷേ ആരാധിക്കുന്ന 2-3 മണിക്കൂറേ ഉള്ളൂ ഈ ചാട്ടവും തുള്ളലുമൊക്കെ. അത് കഴിഞ്ഞോ? 6-ാം അധ്യായത്തിന്റെ 1 പഠിക്കുമ്പോൾ എല്ലാം വായിപ്പിക്കുന്നില്ല. ബോധിച്ചതുപോലെ അങ്ങനെ എഴുതിയേക്കുന്നേ. വായിര്, പെട്ടെന്ന് വായിക്ക്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രിമാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ 19 മുതൽ വായിക്കുമ്പോൾ ലാമേക്ക് എന്ന് പറയുന്ന 2 ഭാര്യ, ആദയും സില്ലയും, 4 പിള്ളേര്, യാബാല്, യൂബാല്, തൂബൽ കയ്യൻ, പെങ്ങള് നയമ. ഗുണ്ടായിസം, ഇരുമ്പും ചെമ്പും ആയുധം. മറ്റവന് ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അല്ല, പിന്നെ അനായാസേന അവൻ നമ്മൾ പറഞ്ഞു. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. എല്ലാം മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്.
കഴിവുള്ളവരും മിടുക്കന്മാര് സേട്ടന്മാരെന്നൊക്കെ അഭിമാനിക്കുന്നവർ ആരാധനയും തുടങ്ങി. പക്ഷേ ഒരു കാര്യം പറയാ, അവൻ വെള്ളം പൊങ്ങിയപ്പോ പെട്ടകത്തിൽ എത്ര പേര് കയറി? ആരാധിച്ച എല്ലാരും ഒന്നും പെട്ടകത്തിൽ കയറിയില്ല. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ എല്ലാരും ഒന്നും കയറിയില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ, ആരാ കയറിയത്? പ്രമാണപ്രകാരം പെട്ടകമുണ്ടാക്കി പ്രമാണപ്രകാരം പണി ചെയ്ത് ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നവന് പെട്ടകത്തിനകത്ത് കയറി. നോഹ സൂചാടം പറഞ്ഞിട്ട് ഒറ്റ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടില്ല. അന്നേരം പറഞ്ഞു അയാൾക്ക് വട്ടാന്ന്. ആർക്കാ? പിള്ളേരെല്ലാം കൂടെ പറയാം ഉറവയ്ക്കാന്ന്, പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമ്പോൾ നീ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുവോ? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അയാൾക്ക് ഉറങ്ങാഞ്ഞെൻ്റെയാന്ന്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചർവറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഈ തൊണ്ടവിൻ തുടർന്നാലുണ്ടാമോ ജലപ്ലാവം. ആൾക്കാർ പരിഹസിച്ചു. ഹാസ്യമാൻ ചരൽക്കല്ല് വാരി എറിഞ്ഞെങ്കിലും നോഹ ചലച്ചില്ല. ദൈവം പറഞ്ഞതാ. ചുരുക്കി പറഞ്ഞ നോഹ ആൺപിള്ളേരും ഭാര്യമാരും ആ നോഹയുടെ ഭാര്യ അകത്ത് കയറി ദൈവം തമ്പുരാ വാതിൽ പടച്ചു. ഇഴജാതി കയറി, മൃഗജാതി കയറി, പറവജാതി കയറി, ജലജാതി കയറേണ്ട കാരണം വെള്ളം പൊങ്ങാൻ പോവുക. ചുരുക്കി പറഞ്ഞ ആ പട്ടകമ്പടന്ന മൂപ്പിലെയും ആമൻ പരിഹസിച്ചവരെല്ലാം അല്പം കഴിഞ്ഞപ്പോൾ കാലിലൊരു നനവ് കാല് ചവിട്ടിയപ്പോൾ പരുവക്കേട്. തിണ്ണേ കയറി. അന്നേരം വെള്ളം ഇരച്ചു വരിക. തിണ്ണേ അവൻ തട്ടിക്കയറി. എല്ലാം ചൊല്ലി പിടിപ്പിക്കണമെന്നുണ്ട്, നേരമില്ലാത്ത കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ മുഴുവനെണ്ണം വെള്ളം കുടിക്കുക. പെട്ടകത്തിന്റെ വാതൊക്കെ വന്ന് മുട്ടുക. രക്ഷപ്പെടുന്നില്ല. ഇതിന് പെട്ടകത്തിനകത്ത് ആരൊക്കെയാ കയറിയേ? സാറ് കൊടുത്തൊരു പദം ചൊല്ല, നോഹിന്റെ തനകരായാപത്തും ക്ഷേമം കാമം മോഹന ഗാത്രികളാം അവർതൻ ഭാര്യമാരും നോകും നോഹിന്റെ പക്കനിയും വീടിന് കാമം നിൽക്കും കുക്കുരം പട്ടി പെട്ടകത്തിൽ കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പട്ടി പറഞ്ഞു പാപ്പച്ച വാടാന്നാ പട്ടി പറഞ്ഞ. ഞാൻ പാപ്പച്ച നിന്റെ പട്ടി പെട്ടകത്തിൽ കയറി, നീ ഇപ്പോഴും കയറിയിട്ടില്ല. വീടിന് കാമം നിൽക്കും കുക്കുരം മേർജരങ്ങൾ. പൂച്ച കയറി. ബുസി പെട്ടകത്തിൽ കയറി. ബ്ലസി ഇതുവരെ കയറിയിട്ടില്ല. അവളിപ്പോഴും കണ്ണുവെഴുതി പൊട്ടും തൊട്ട് മറുകുവൊക്കെ തൊട്ട് തത്തി യശയാ 3:16 പോലെ ബ്ലസി നിന്റെ പൂച്ച ബുസി ഇതിനകത്ത്. മനസ്സിലാകുന്നുണ്ടോ? വീടിന് കാമം നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദി കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലി. പോത്ത് കയറി. പോത്തച്ഛൻ ഇതുവരെ കയറിയില്ലേ? ഇന്ന് രാത്രി പെട്ടകത്തിന്റെ വാതിലടയ്ക്കാൻ പോവുക. ഇന്ന് രാത്രി നീ അരച്ചും മടിച്ചും അന്തും ഇന്നും പറഞ്ഞു നിൽക്കാതെ ഈ പെട്ടകത്തിനകത്ത് കയറ്. ആരാ രക്ഷപ്പെട്ടത്? പ്രമാണം കാത്ത 8 എണ്ണം. മനുഷ്യപുത്രന്റെ വരവിൽ ഇത് സംഭവിക്കും. ആരാധന കൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ട് പവർ കോൺഫറൻസും ഫയർ മീറ്റിംഗും അങ്ങനെയൊക്കെയല്ലേ. തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, ഡുനാമീസ്. കൊയ്യാൻ പോകുന്നത് അള്ളയോടാ ഡുനാമീസ്. അരിപ്പിടി ഉണ്ടെന്ന് പറഞ്ഞാൽ മേരിക്ക് പിടി കിട്ടും. സ്തോത്രം. പ്രമാണം കാത്തവനകത്ത് കയറി. ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിനുണ്ട്. പക്ഷെ വെള്ളം കുടിച്ച് ചത്തു. കർത്താവിന്റെ വരവിൽ ഇത് സംഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആമേൻ. പൂർവ്വകാലം, വർത്തമാനകാലം, ഭാവികാലം യേശു വരാറായി. കർത്താവിന്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കരമുയർത്തി അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് പാടി അങ്ങ് പിരിക. 2 ചരണങ്ങളെ പാടുന്നുള്ളൂ, നേരം പോയത് കൊണ്ട്. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കർത്താവിനെ മഹത്വം ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കാന്താവരവു കാത്തു കാത്തു ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം. കാന്താവരവു കാത്തു കാത്തു ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം. ഓ എത്രയോ കാലമായി കാത്തു നിന്നിട
ചൊല്ലുവാൻ എന്നു നീ വന്നു കണ്ടിടും മുഖം ഒന്നു ചുംബിക്കുവാൻ വരുമേ തിരുവായി വഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി Glory. പന്തിയിലിരുത്താൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഇതുവരെ എന്നെ കേട്ട് സഹിച്ച് എന്നെ കേട്ട് എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക, ഇറങ്ങിപ്പോകരുത്. ഒരു മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആക്കമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ വന്ന് ഉയർത്തി വീശിയാട്ട്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ഓ ക്രിസ്തുവിൻ കരം വീശി പാർക്കും നമ്മളെല്ലാം ഓ, ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഓ, ഇന്നും എന്നേക്കും ഒരിക്കൽ കൂടെ വേർപിരിയാതെ മാറി. ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ആമേൻ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തായ എതിരാൽപ്പോൾ ഒരുങ്ങിക്കൊള്ളുക നിന്റെ ദൈവത്തായ എതിരാൽപ്പോൾ ഒരുങ്ങിക്കൊള്ളുക നിന്റെ ദൈവത്തായ എതിരാൽപ്പോൾ ഒരുങ്ങിക്കൊള്ളുക കർത്താവായ യേശുവേ വേഗം വരണമേ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ